നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്ന് അയത്തുള്ള അലി ഖമേനിയോട് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ടെഹ്റാനിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട് അമേരിക്കയും ഇസ്രയേലും. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക ഭാഗമായേക്കും. അയത്തുള്ള അലി ഖമേനിയെ ഉടൻ വധിക്കില്ലെന്ന് ആവർത്തിച്ച് അമേരിക്ക. 30ഓളം അമേരിക്കൻ സൈനിക വിമാനങ്ങൾ യൂറോപ്പിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയതായും വിവരങ്ങളുണ്ട്. സ്പെയിൻ, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്കാണ് വിമാനങ്ങൾ എത്തിയത്. ഫൈറ്റർ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കറുകളാണ് എത്തിയിരിക്കുന്നതെന്നാണ് സൂചന. പശ്ചിമേഷ്യയിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുമെന്ന് ഔദ്യോഗികമായി അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. F-16, F-22, F-35 വിമാനങ്ങളായിരിക്കും വിന്യസിക്കുക. ഇസ്രയേലിനെതിരെ ഇറാൻ പ്രയോഗിക്കുന്ന ഡ്രോണുകളും റോക്കറ്റുകളും പ്രതിരോധിക്കാനായിരിക്കും വിമാനങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിനിടെ യുദ്ധം ആരംഭിച്ചതായി അയത്തുള്ള അലി ഖമേനി ഇസ്രയേലിനെ തകർക്കണമെന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നുമാണ് ഭീഷണി. ഹീബ്രു ഭാഷയിലാണ് ഖമേനിയുടെ എക്സിലെ പോസ്റ്റ്. ഇസ്രയേൽ സൈനിക നടപടികൾക്കെതിരെ തിരിച്ചടി നടത്തുമെന്ന് ഇറാൻ ആവർത്തിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നമുക്ക് ചർച്ച ചെയ്യാം. പ്രതിരോധ വിദഗ്ധൻ കേണൽ എസ് ഡിന്നി, സാമൂഹിക നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ അസ്ക എന്നിവർക്കൊപ്പം ഇസ്രയേലിൽ നിന്നും തത്സമയം ചേരുന്നു ജിബി യോഹനാൻ. എന്നോടൊപ്പം ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസും ചേരുന്നുണ്ട്. ഞാൻ ഈ സംവാദം ജിബിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ജിബി, ഇറാൻ ഇസ്രയേൽ സംഘർഷം 6ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രയേൽ നഗരങ്ങളിൽ ആൾനാശമുണ്ടായിട്ടുണ്ടോ? കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങൾ ഭയചകിതരാണോ? നമസ്കാരം. നമസ്തേ. ടെല്ലവീവ് പോലുള്ള പ്രധാന ഇസ്രയേൽ ഏരിയ ഉൾപ്പെടെ ഇന്ന് ഇസ്രയേൽ ജനത മാത്രമല്ല, ഇസ്രയേൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇവിടെ ജോലി ചെയ്യുന്നവരാരും തന്നെ ഭയചകിതരല്ല. രണ്ടാമത്, ചില മീഡിയാസ് പറയുന്നത് പോലെ ഉള്ള ചില കത്തലും ചാമ്പലും ചില അമരലും ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ ചില തൽപര കക്ഷികൾക്ക് വേണ്ടിയുള്ള ചില തീവ്ര മുസ്ലിം സംഘടനകൾക്ക് വേണ്ടിയും അവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി ചാനൽ ചർച്ചകളും ഒക്കെ നടത്തുന്ന ചില ജനം ടി വി അല്ല. ജനം ടി വി അന്നും ഇന്നും ഇസ്രയേലിന് സപ്പോർട്ടാണ്, ഇസ്രയേൽ ജനതയ്ക്കും സപ്പോർട്ടാണ്. മറ്റേതര ചാനലുകളെ അവർക്ക് വേണ്ടി വാർത്ത വായിക്കുന്ന ചില ചാനലുകാരുടെയും രോദനം മാത്രമാണിത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ ശാന്തമാണ്. സാധാരണഗതിയിൽ ഒക്ടോബർ 7-ന് ശേഷം സംഭവിക്കുന്ന ചില മിസൈൽ ആക്രമണങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെട്ടു എന്നതൊഴിച്ച് ഇവിടുത്തെ സേഫ്റ്റി റൂമുകളും ഇവിടുത്തെ സിസ്റ്റങ്ങളും ഇവിടുത്തെ ഹോം ഫ്രണ്ട് സംവിധാനങ്ങളും കുറച്ചും കൂടെ അഡ്വാൻസ് ആയി എന്നത് കൂട്ടിയാൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഈ നിമിഷം വരെ സുരക്ഷിതരാണ്. ഇന്ന് ഇവിടെ ദേശാഭിമാനിയിൽ, CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയിലെ തലക്കെട്ട് മൊസാദ് വിറച്ചു എന്നാണ്. മൊസാദ് വിറച്ചോ ജിബി? മൊസാദ് കാരണം ഇറാനും ഇറാന്റെ പ്രോക്സികളും വിറച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം മൊസാദ് ഓൾറെഡി ഇറാനിൽ അവിടെ സ്ഥാനം ഉറപ്പിച്ചു എന്നും ഇറാനിലെ മുഴുവൻ യുറേനിയം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ടാർഗറ്റ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നും അവിടുത്തെ ഈ പറയുന്ന ഭീകരാക്രമണം പ്ലാൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ അവിടെ ഈ യുറേനിയം പ്രോഡക്റ്റുകളെ ലോകത്തിന് മുന്നിലേക്ക് ഭീഷണിയാക്കി മാറ്റുവാൻ തരത്തിലേക്ക് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള അതിന്റെ ടെക്നിക്കൽ വശം കൈകാര്യം ചെയ്യുന്നവരെയെല്ലാം കൊന്ന് കൊലവിളിച്ചപ്പോഴും എങ്ങനെയാണ് പറയാൻ സാധിക്കുക മൊസാദ് വിറച്ചു എന്ന്? എനിക്ക് തോന്നുന്നു മൊസാദ് വിറച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണപക്ഷി മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ കേരളത്തോട് അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്രയേറെ ക്രൂരത കേരളത്തിനോട് ചെയ്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇത്രയേറെ ടെക്നോളജികളും അതുൾപ്പെടെ വാഴകൃഷി ഉൾപ്പെടെ ഇസ്രായേലിന്റെ സാധ്യതകളെ പഠിക്കുവാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഭരണപക്ഷിയുടെ ഈ തലത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്നു പോയിട്ട് പോലും എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഈ മണ്ണിലുണ്ട്. ഇത്രയേറെ ക്രൂരതകൾ ഇസ്രായേൽ കേരളത്തോട് ചെയ്തോ
എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദേശാഭിമാനി ഉൾപ്പെടെ 24 ഉൾപ്പെടെ റിപ്പോർട്ടർ ഉൾപ്പെടെ മീഡിയ വൺ ഉൾപ്പെടെ മീഡിയ വൺ ഒക്കെ പറയുന്ന സ്ഥിതിക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററിനെ, ഞങ്ങള് നരേന്ദ്രമോദിയോടൊപ്പം ചേർത്ത് തന്നെ ചിന്തിക്കുന്ന ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററിനെ ഞങ്ങൾക്ക് 3 ദിവസത്തിന് ശേഷം വിട്ടു തന്നതിന്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന മൂലമോ ഇസ്രായേൽ ജനതയുടെ അപേക്ഷ മൂലം മീഡിയ വൺ അത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വിട്ടു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്ന കാര്യം, ഈ പ്രൈം മിനിസ്റ്ററിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവഹേളിക്കുന്ന തലത്തിലേക്കുള്ള തലം എന്ത് യോഗ്യതയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു വശത്ത് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു IDF-ന്റെ സൈററ്റ് മത്കലിൽ ലീഡർഷിപ്പിലേക്ക് വരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കമാൻഡറായ ഒരു വ്യക്തി, മറുവശത്ത് എനിക്കറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇസ്രയേലിന്റെ മുഴുവൻ ഇതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഈ പറയുന്ന യോം കിപ്പോർ ഉൾപ്പെടെ, അല്ലെങ്കിൽ 1972 സബേന ഫൈറ്റ് 571 ഫ്ലൈറ്റ്, അതിന്റെ മിഷൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ PLO നേതാവ് യാസർ അറാഫത്തിന്റെ വധിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു സൈനിക മേധാവിത്വം ഉൾപ്പെടെ, അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള റെയ്ഡ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ കണ്ണ് എന്ന രഹസ്യ ദൗത്യം നോക്കിക്കോണം. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കണ്ണ് എന്ന രഹസ്യ ദൗത്യത്തിൽ പോലും ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പും ക്വാളിറ്റിയും ടെക്നിക്കൽ വശവും ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ, മറുവശത്ത് വസ്ത്ര സ്വാതന്ത്ര്യം പോലും കേരളത്തിൽ ഇല്ല എന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി ഈ പറയുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുമ്പോൾ ഒരു കറുത്ത ഷർട്ട് ഇട്ട് ഒരു പട്ടിക്ക് പോലും, അല്ലെങ്കിൽ ഒരു മനുഷ്യന് പോലും നിൽക്കാൻ പറ്റാത്ത, വസ്ത്ര സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരു മുഖ്യമന്ത്രിയോ, അല്ലെങ്കിൽ MA ബേബി ഉൾപ്പെടെ, അല്ലെങ്കിൽ റിയാസ് എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും ദേശാഭിമാനി അങ്ങനെ എഴുതിയതിൽ തെറ്റില്ല. ലോകത്ത് ഇസ്രയേലിനെ ഭയക്കുന്ന, അല്ലെങ്കിൽ ഇസ്രയേലും ഈ പറയുന്ന മൊസാദും ഭയക്കുന്ന ഒരേ ഒരു സംഭവം അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് എന്നുകൂടി പറയേണ്ടി വരും. ഓക്കെ. അഡ്വക്കേറ്റ് BN അസ്കർ, ഇന്ന് യുദ്ധവിരുദ്ധ റാലികൾക്കാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തത്. ഇസ്രയേൽ കടന്നാക്രമണം കൂട്ടക്കുരുതിക്ക്. അസ്കർ, ഗ്രൗണ്ട് റിയാലിറ്റിയാണ് GB ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇസ്രയേൽ മാത്രമാണ് ഇവിടെ ആളെ കൊല്ലുന്നത് എന്ന രീതിയിലൊരു വ്യാഖ്യാനം എന്തിനാണ്? ഓഫ് കോഴ്സ് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇന്ന് യുദ്ധവിരുദ്ധ റാലികളൊക്കെ സംഘടിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇറാനെ മാത്രം പിന്തുണക്കുന്നത്? ഏറ്റവും പരമപ്രധാനമായി ഇടതുപക്ഷം കാത്തുസൂക്ഷിക്കുന്ന രാഷ്ട്രീയ നയം, അന്താരാഷ്ട്ര ബന്ധങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏതൊരു യുദ്ധവും മനുഷ്യ സമാധാനത്തിന് ഭീഷണി തന്നെയാണ്. യുദ്ധത്തിന്റെ അവസാനം എന്താ ഉണ്ടാവാറുള്ളത്? എല്ലാ യുദ്ധങ്ങളും കണ്ണീരിലും നഷ്ടങ്ങളിലും മാത്രം അവസാനിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയാനാവണം. ഇതൊരു ഭരണാധികാരികളുടെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയാണ്. ഏത് യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ആ യുദ്ധങ്ങളെല്ലാം ഭരണാധികാരികളുടെ നിലനിൽപ്പിനു വേണ്ടി നടത്തപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പ്രതിരോധത്തിനു വേണ്ടിയും ലോകത്ത് ഇന്നുവരെ ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു യുദ്ധവും അവസാനിച്ചിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായും ഏതെങ്കിലും ഭരണാധികാരിക്ക് നിലനിൽപ്പിനു വേണ്ടി നടത്തുന്ന പരാക്രമങ്ങളാണ് പലപ്പോഴും യുദ്ധങ്ങളായി പര്യവസാനിക്കാറുള്ളത്. അത് മനുഷ്യകുലത്തിന്റെ നാശം തന്നെ വിധിച്ചിട്ടുണ്ട്. നമുക്ക് 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധത്തിനും ഒക്കെ നാം കണ്ടതാണ്. ഹിരോഷിമയും നാഗസാക്കിയും ഇന്നും നാം വേവലാതിയോടുകൂടിയും വേദനയോടുകൂടി കാണുകയാണ്. ഗസയിലെ 55,000 സാധാരണ മനുഷ്യർ ചുട്ടുകൊല്ലപ്പെട്ടത് നമ്മുടെ മുന്നിലുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നു വലയുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ആ വിഷയങ്ങൾക്ക് മുന്നിൽ ഇപ്പോ ഇറാനു നേരെ നടത്തുന്ന അതിക്രമം, ഇറാനു നേരെ കഴിഞ്ഞ 3 ദിവസമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമത്തെ അത്തരത്തിൽ തന്നെയാണ് CPM വിലയിരുത്തുന്നത്. ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയല്ല ഇടതുപക്ഷം ഈ നയമെടുത്തിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ കാലാകാലങ്ങളിലുള്ളതും CPM കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നയം തന്നെയാണ്. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി കൂടി ഇസ്രായേലിനെ തീവ്രവാദി പട്ടികയിൽ പെടുത്തണം, ഇസ്രായേലുമായിട്ടുള്ള എല്ലാവിധ കരാറുകളും റദ്ദു ചെയ്യണം എന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ഈ പശ്ചാത്തലത്തിലാണ് നാം കാണുന്നത്. എന്തുകൊണ്ട് ഇസ്രയേൽ? നോക്കൂ,
യുദ്ധത്തെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, യുദ്ധം ആരും ആഗ്രഹിക്കുന്നുമില്ല, ഒരു മനുഷ്യൻ പോലും ആഗ്രഹിക്കുന്നില്ല യുദ്ധത്തിലേക്ക് പോകണം എന്ന്. പക്ഷേ നോക്കൂ, ഇവിടെ ഇറാൻ വളരെ സമാധാനപരമായിട്ടാണോ ഈ സംഘർഷത്തെ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയത്തുള്ള അലി ഖമൈനിയെയും കുറ്റപ്പെടുത്തണ്ടേ? അല്ല, നിശ്ചയമായും ഈ ഇറാൻ ഇറാഖ് ഒരു വരി പോലും ഇല്ല ദേശാഭിമാനിയിൽ. അങ്ങനെയല്ല. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് പോലും ഇറാൻ നടത്തിയിട്ടുള്ള അതിക്രമത്തെ അതിശക്തമായി നിലപാടെടുത്തിട്ടുള്ളതാണ് ഇടതുപക്ഷം. ആരാണോ അതിക്രമം നടത്തുന്നത് ആ അതിക്രമത്തെയാണ്, ആ ആക്രമണത്തെയാണ് ഇടതുപക്ഷം നിലപാടെടുക്കാറുള്ളത്. ഇറാൻ ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈനെയും അതുപോലെ തന്നെ ഇറാഖിനെയുമാണ് ഇടതുപക്ഷം അനുകൂലിച്ചിരുന്നത്. എന്നാൽ ഇപ്പോ സംഭവിച്ചിട്ടുള്ളത് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശമാണ്. ഇസ്രായേൽ നടത്തുന്ന മറ്റൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങളാണ്. അത് പലസ്തീനായാലും ഗസയിലായാലും ഇപ്പോ ഒടുവിൽ ഇറാനിലേക്ക് എത്തിപ്പെട്ടുള്ളതും അത്തരം അതിക്രമങ്ങളാണ്. അങ്ങേപ്പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു മാധ്യമ സ്ഥാപനം അങ്ങിപ്പോ വളരെ സുരക്ഷിതമായി കേരളത്തിന്റെ തലസ്ഥാനത്തിരുന്ന് വാർത്ത വായിക്കുന്നു, ഈ ചർച്ചയുടെ ചുക്കാൻ പിടിക്കുന്നു. പക്ഷേ അങ്ങ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നതുകൊണ്ടല്ല, നരേന്ദ്രമോദി ഭാരതം ഭരിക്കുന്നതുകൊണ്ടാ. അത് മാത്രമല്ലല്ലോ, അങ്ങനെ മാത്രം കരുതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ അവിടെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചുവരുകൾ തകർന്നു വീഴുന്ന കാഴ്ച ലോകമെമ്പാടും വിറങ്ങലിച്ച് കാണുകയാണ്. അങ്ങേക്കൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഇങ്ങനെ മിസൈൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെതിരെ ശബ്ദിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത്. അസ്കർ ഒറ്റക്കാര്യം, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണ പോലും ഇറാന് ലഭിക്കുന്നില്ല. ആകെ പിന്തുണക്കുന്നത് CPM ആണ്, അതും കേരളത്തിലെ CPM. അങ്ങ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ GCC രാജ്യങ്ങൾ ആകമാനം ഒരുമിച്ചു നിന്ന് പ്രസ്താവന ഇക്കാര്യത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്നത് അതിക്രമമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, ഇറാനെ പരസ്യമായി പിന്തുണച്ച എത്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ടോ എന്ന് പേര് പറഞ്ഞില്ല. ഇസ്ലാമിക രാജ്യങ്ങളെന്നല്ല, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും ലോകത്താകമാനം ഇസ്രായേൽ ഇപ്പോ നടത്തുന്ന അതിക്രമം, ഗസയിലെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതടക്കം മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഈ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വേദനയുള്ളതാണ്. ആ വേദന ലോകത്താകമാനം പങ്കിട്ടില്ലല്ലോ. കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ. 80 വയസ്സും 90 വയസ്സായിട്ടുള്ള വൃദ്ധന്മാര് മാത്രമാണല്ലോ കൊല്ലപ്പെട്ടത്. അങ്ങനല്ലല്ലോ. ഗസയിലെ കണക്കുകൾ പരിശോധിക്കൂ. ഐക്യരാഷ്ട്രസഭ തന്നെ പ്രഖ്യാപിച്ച കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഗസയിൽ 55,000-ത്തിലധികം മനുഷ്യജീവനുകളാണ്. 55,000 80 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാരല്ല. അല്ലെങ്കിൽ തന്നെ ഈ അങ്ങ് പറയുന്ന പോലെ വൃദ്ധന്മാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? ആ അവകാശത്തെ പോലും നിഷേധിക്കുകയല്ലേ? മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ആയുധ കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ മാത്രമാണ്. ആയുധ കച്ചവടം ലക്ഷ്യം വെച്ചിട്ടുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. ആ തന്ത്രങ്ങളിൽ നമ്മളെ പോലുള്ള മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഉണ്ടെങ്കിൽ ആ നിശ്ചയമായും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കലല്ല നമ്മുടെ വാക്കുകളിൽ നിന്ന് വരേണ്ടത്, നമ്മുടെ ചിന്തകളിൽ നിന്ന് ഉണരേണ്ടത് യുദ്ധത്തിനെതിരെയുള്ള കാഹളമായിരിക്കണം. അല്ലെങ്കിൽ ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന് നാം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇന്ത്യയുടെ സംസ്കാരമായി ഉയർത്തി കാണിക്കുന്ന ആ മന്ത്രത്തെ പോലും നമുക്ക് കാണാതെ ഇല്ലായ്മ ചെയ്യേണ്ടി വരും. ആ മന്ത്രത്തിന്റെ മഹത്വം നാം കാണാതെ വരേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, വളരെ കൃത്യമായി ഈ സയോണിസ്റ്റ് ആക്രമണത്തെ നിശ്ചയമായും എതിർക്കപ്പെടണം. അതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിന് നേരെ നടത്തുന്നു എന്നുള്ളതല്ല. നാളെ ഇത്തരം തീവ്രവാദ പരമായിട്ടുള്ള പ്രവർത്തനം ഏതൊരു രാഷ്ട്രം നടത്തിയാലും ആ രാഷ്ട്രം നടത്തുന്ന പ്രവൃത്തികൾ, ഇപ്പോ ഇസ്രായേൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമാണ്. ആ തീവ്രവാദ പ്രവർത്തനം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി മാത്രം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമാണ്. ഇസ്രായേലിലടക്കം നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ മാത്രമാണ്. നാം കണ്ടതാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രസ്താവന, ഇപ്പൊ ഒടുവിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെ തുടർന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭം അസ്കർ കണ്ടിട്ടില്ലേ? എവിടെയും വായിച്ചിട്ടില്ലേ അസ്കർ? ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭം അല്ല, ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം ഏത് രാജ്യത്താണ് ആഭ്യന്തര പ്രക്ഷോഭം ഇല്ലാത്തത്? എല്ലാ രാജ്യങ്ങളിലും എല്ലാ അല്ല ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടെ വലിയ കലാപമാണെന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഖമേനിക്കെതിരെയുള്ള കലാപം, ആഭ്യന്തര കലാപം അസ്കർ കണ്ടിട്ടില്ല. അങ്ങനല്ല. ആയത്തുള്ള ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇസ്ലാമിസ്റ്റ് വീക്ഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായമുണ്ട്.
അതല്ല ഇപ്പോ നമ്മുടെ ആരിഫ് ഹുസൈൻ എന്തോ ഒരു സംശയമുണ്ട്, എന്തോ ഒരു സംശയമുണ്ട്. ഒരു നിമിഷം, ഭരണകൂടത്തിന്റെ ഭരണാധികാരിയാണ്. ഒരു നിമിഷം ആരിഫ് ഹുസൈൻ. 2 ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞു. ഈ യുദ്ധം എവിടെയാണെങ്കിലും എതിർക്കപ്പെടണം, ഒരു തരത്തിലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് ലക്ഷ്യമാണ് എന്നാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് നെതന്യാഹുവിന്റെ ഉദ്ദേശമാണ്. ഇവിടെ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ തീവ്രവാദ അക്രമത്തെ ഇവിടെ സ്വരാജ് ഇവിടെ വിശേഷിപ്പിച്ചത് അത് അവർ പീഡിപ്പിക്കപ്പെട്ട സമൂഹമാണ്, അവർക്ക് എന്ത് തോന്നിയാസം ചെയ്യാം, അതിനുള്ള അവകാശം അവർക്കുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ നെതന്യാഹുവിനെ അങ്ങനെ ഉദാഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഈ സ്വരാജ്, നാളെ ഇലക്ഷന് ഫേസ് ചെയ്യാൻ പോകുന്ന സ്വരാജ്, അന്ന് ആ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചത് ഇതേപോലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണോ അല്ലേ? ആരിഫ് ഹുസൈന്റെ ചോദ്യത്തിന് യുക്തിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എം സ്വരാജ് വളരെ കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹം നിലപാടുകളുടെ തമ്പുരാനാണ്. തന്റെ നിലപാട് ഏതു ഘട്ടത്തിലും ഉറച്ചു പറയുന്നതിന് അദ്ദേഹത്തിന് മടിയുണ്ടായിട്ടില്ല. അത് ശബരിമല വിഷയത്തിലാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള ഹമാസ് യുദ്ധത്തിന്റെ പറഞ്ഞത് അല്ല, അത് വേറെ വിഷയം. നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളിൽ സ്വരാജ് അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചത് ശരിയോ തെറ്റോ? അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണോ അല്ലേ? ഇതാണ് ചോദ്യം. നമ്മൾ കാട് കയറണ്ട. അങ്ങനല്ല, അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തേണ്ടത് സ്വരാജിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഒരു വിർച്വൽ സിഗ്നൽ ഇവിടെ നടത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനല്ല, ഇസ്രായേൽ ഹമാസ് ഈ പലസ്തീനിലും ഗസയിലും ഇസ്രായേൽ നടത്തുന്ന കലാപങ്ങൾ, ഇസ്രായേൽ നടത്തുന്ന ഇടപെടലുകൾ അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിനും നേരെ. ഒക്ടോബർ 7 ശരിയോ തെറ്റോ? ഇതാണ് അങ്ങനല്ല. ഒക്ടോബർ 7 ശരിയോ തെറ്റോ? അതല്ല, ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഒക്ടോബർ 7 അത് ശരിയോ തെറ്റോ? സ്വരാജ് പറഞ്ഞത് ശരി, ഹസ്കറിന് എന്താ പറയാനുള്ളത്? ശരിയോ തെറ്റോ? ഇതില് സ്വരാജ് പറഞ്ഞത് അത് ശരിയാണെന്നാണ്. ഹസ്കറിന് എന്താണ് പറയുന്നത്? അങ്ങനല്ല, ഹമാസ് ശ്വാസം മുട്ടി ചെയ്തു പോയ ഒരു പ്രവൃത്തിയാണത്. ഇസ്രായേലിന്റെ നിരന്തരമുള്ള പീഡനം, അതിന് മുമ്പോ ഒക്ടോബർ 7 മുമ്പുള്ള കൂടി പരിശോധിക്കട്ടെ. നിശ്ചയമായി അത് ശരി തന്നെയാണ്. എന്റെ ഭാഗവും ഞാനും ഇറാൻ നിരന്തരമായിട്ട് മുഴക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുകയും അതുപോലെ തന്നെ ഓരോ ജൂതനെയും ഉന്മൂലനം ചെയ്യണം എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ ഹി ഹു ടീമിനെ ഇറക്കി വിട്ടുകൊണ്ട് ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള ഈ 3 ടീമിനെ ഇറക്കി വിട്ടുകൊണ്ട് ഈ പ്രോക്സി വാർ നടത്തുമ്പോൾ അതിനെ എതിർക്കാനുള്ള അവകാശം അപ്പോൾ ഇസ്രായേലിനില്ലേ? അങ്ങനെയല്ലല്ലോ. ഒരു രാഷ്ട്രത്തിന്റെ ഇസ്രായേലിന് നേരെ ഇത്തരം ഭീഷണികൾ ആ രാജ്യത്തിനുള്ളിൽ നിന്ന് വരികയാണെങ്കിൽ ഇസ്രായേലിന് അത് ചെറുക്കുന്നതിൽ അവകാശമുണ്ട്. ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളയും ഇറക്കി വിട്ടത് ഇറാനാണെന്നുള്ളതിന് തെളിവുണ്ട്. അവിടെ ലെബനോണിൽ പേജർ അറ്റാക്ക് നടത്തിയപ്പോൾ പല ആളുകളുടെയും ആ പറഞ്ഞ ബോൾസ് പോയത് ഇറാനിയൻ ഈ IRGCയുടെ ആളുകളുടെ അടക്കമാണ് പോയത്. അവരുടെ എങ്ങനെയാ പോയത് പേജർ അറ്റാക്കില്? അല്ല, നിശ്ചയമായും പേജർ അറ്റാക്കിൽ ഇത്തരം ആരോപണങ്ങൾ പിൽക്കാലത്ത് ആരോപണമല്ല, അത് തെളിവുള്ള കാര്യം. അല്ല, തെളിവുകൾ നമ്മുടെ മുന്നിലില്ലല്ലോ. ഉണ്ടല്ലോ, പത്രവാർത്ത ഉണ്ട്, അതിന്റെ വാർത്തകൾ അല്ലാതെ ഉണ്ട്. അത് തെളിവാണ്. വാർത്തകൾ, തെളിവുകൾ മാത്രം. ദേശാഭിമാനിയിൽ വരെ വന്നതാണ്. അല്ല, വാർത്തകൾ ദേശാഭിമാനിയിലും വന്നതാണ്. ദേശാഭിമാനിയിലും വന്നതായിരിക്കും. അതെ, അപ്പൊ അത് നിങ്ങൾ എടുക്കില്ലേ? അങ്ങനല്ല, വാർത്തകൾ തെളിവുകളായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ദേശാഭിമാനിയിൽ തെളിവല്ലാത്ത അസത്യവും ഉണ്ടാവും എന്നാണോ? അങ്ങനെ ദേശാഭിമാനി വിശ്വാസമില്ല എന്നൊന്നല്ല, വാർത്തകളെ നമുക്ക് തെളിവുകളായി എടുക്കാൻ കഴിയില്ല. ഇപ്പോ ജനം TV എടുക്കുന്ന രാഷ്ട്രീയ ജനം TV അല്ലല്ലോ, ഞാൻ ടിവിക്ക് എടുക്കാൻ കഴിയും. രാഷ്ട്രീയ നിലപാടാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തെളിവ് എവിടുന്നാ വേണ്ടത്? എടുക്കാൻ കഴിയില്ല. തെളിവ് എവിടുന്നാ വേണ്ടത്? ഞാൻ തരാം. അല്ല, തെളിവ് തരും. ഏതാ തെളിവ്? പബ്ലിക് ഡൊമൈനിലേക്ക് വിട്ടാൽ മതി. ഇപ്പോ പത്രവാർത്ത പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ? അല്ല, പത്രവാർത്തകളെ മാത്രം ആശ്രയിച്ച് തെളിവുകളായി പിന്നെ എവിടുന്നാ തെളിവ് വേണ്ടത്? അല്ല, ഇത് സംബന്ധിച്ച് ആധികാരികമായ തെളിവുകൾ ലോകത്തിന് ഇറാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. അവരുടെ പോരാളികൾ കൊല്ലപ്പെട്ടത് ശരിയായില്ല, അതിൽ അനുശോചനം അർപ്പിക്കുന്ന അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ഫോട്ടോ വരെ പുറത്തു വന്നിട്ടുണ്ട്. അത് തെളിവായിട്ട് നിങ്ങൾ എടുക്കില്ല? എന്നെ സംബന്ധിച്ച് ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും അതിന് ശത്രുവാണെങ്കിൽ പോലും, ശത്രുപക്ഷത്ത് നിലപാടുള്ള ആളാണെങ്കിൽ പോലും എനിക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം എന്റെ അനുശോചനമായി പുറപ്പെടുവിക്കുന്നതിൽ എനിക്ക്. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞത് ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആ നരനായാട്ട് ഒരു ദിവസം 1200ഓളം പേരെ ആളുകളെ ഒരു കാരണമില്ലാതെ ഇൻഡിസ്ക്രിമിനേറ്റ്ലി വന്ന് വെടിവെക്കുകയും അവർ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും അതിൽ നിന്ന് ഈ പറയുന്ന 100-400 ആളുകളെ പിടിച്ചുകൊണ്ട് പോയി ഇന്നും അവരെ വെച്ച് വില പേശിക്കൊണ്ടിരിക്കുകയും അതിൽ ഈ ബീബാസ് കുടുംബത്തെ അടക്കം അവരെ വെച്ചിട്ട് അവരുടെ ശവശരീരം വെച്ചിട്ട് ഡാൻസ് കളിക്കുകയും വരെ ചെയ്ത ആ ഹമാസിന്റെ ചെയ്തി ശരിയാണെന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? 55,000 സാധുക്കളായ മനുഷ്യരെ കൊല്ലണമെന്നുണ്ടോ? ഒക്ടോബർ 7 ഉണ്ടായിരുന്നെങ്കിൽ 55,000 പേരെ കൊല്ലേണ്ട അവസ്ഥ
റിസ്ക് ഉണ്ടാവില്ലായിരുന്നു. ഒന്ന്. രണ്ട്, 55,000 പേരെ കൊല്ലാനുള്ള കാരണം ഈ സിൻവർ തന്നെയാണ് പുറത്തുവിട്ടത്. നെസസറി സാക്രിഫൈസ്, അവർ കൊല്ലപ്പെടണം, അവരെ മനുഷ്യ കവചമായിട്ട് വെച്ചുകൊണ്ട് കൊല്ലാനുള്ള എല്ലാ വഴി ഒരുക്കിയതും, അവര് വസിക്കുന്ന അപ്പാർട്ട്മെന്റ്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് അതിന്റെ അടിയിൽ വെച്ചുകൊണ്ട് തുറങ്കം പണിതിരുന്നിട്ട് ഈ പറഞ്ഞ പണി ഒപ്പിച്ചത് ഈ ഹമാസ് തന്നെയാണ്. നെസസറി സാക്രിഫൈസ് എന്ന് വിളിച്ചത് സിൻവർ തന്നെയാണ്. അപ്പൊ കൊല്ലാനുള്ള എല്ലാ വഴി ഒരുക്കിയത് അവർ തന്നെയാണ്. മാറാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ മാറാൻ വിടാതെ അവരവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ വീട് വരെ ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ വണ്ടികളുടെ താക്കോൽ വരെ ഊരി മാറ്റിക്കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അതിന് വഴി വെച്ചത് ഈ പറയുന്ന ഹമാസ് തന്നെയാണ്. എന്നിട്ട് അവർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് ഭക്ഷണ വിതരണത്തിന്റെ ഇടയിലേക്ക് വരെ വെടിവെച്ചിട്ട് അത് ഇസ്രായേലിന്റെ തലയിലേക്ക് ഇടാൻ വേണ്ടി നോക്കിയത്, സ്വന്തം ഈ പറയുന്ന ഈ റോക്കറ്റ് വിട്ടിട്ട് അത് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് കൊള്ളുമ്പോൾ അത് 500 പേര് കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാർത്ത പടച്ചുവിട്ട് അത് ഇസ്രായേൽ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിഷ്വൽസ് പുറത്തു വിട്ടപ്പോൾ അത് 150 കുറഞ്ഞ കണക്ക് വരെ വിടുന്നു. അപ്പൊ ആദ്യം നിങ്ങൾ ഈ 50,000 കണക്ക് പറയുന്നതിന് മുന്നേ ആ കണക്കിന് തെളിവാദിയുടെ പബ്ലിക് ഡൊമൈനിലുള്ള കണക്കാദിയുടെ UN തന്നെ കണക്ക് തിരുത്തിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ കണക്കൊന്നും വെച്ചിട്ട് നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ സ്വീകരിക്കണമെന്നും ഞാൻ പറയുന്ന വാർത്തകൾ നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ പരിപ്പ് വേവില്ല. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു, ഇവിടെ ഈ പറയുന്ന IRCGയുടെ ആളുകളടക്കം കൊല്ലപ്പെടുകയും അവരുടെ ആളുകൾക്ക് മയ്യത്ത് സ്കരിക്കുകയും ചെയ്തിട്ടുള്ള വാർത്തകൾ ഇവിടെ ഉണ്ട്. അത് ഇറാൻ തന്നെ ചെയ്തതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അല്ല, ഏതൊരു മുസൽമാൻ മരണപ്പെട്ടാലും മയ്യത്ത് നമസ്കരിക്കുക എന്ന് പറയുന്നത് സുന്നത്ത് കർമ്മമാണ്. അജ്മൽ കസബിന് നിസ്കരിച്ചത് അതുകൊണ്ടായിരിക്കും അല്ലെ? അതുകൊണ്ട് നമസ്കരിക്കാമല്ലോ. അജ്മൽ കസബിന് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ കാക്കനാട് ഒരു പള്ളിയിൽ നിസ്കരിച്ചിരുന്നു. അതും അപ്പൊ മുസൽമാൻ ആയതുകൊണ്ടായിരിക്കും. ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട് നിസ്കരിച്ചിരുന്നു, എന്റെ മഹൽ പള്ളിയിൽ നിസ്കരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും. അതിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ ഏതെങ്കിലും തീവ്രവാദിയാണ് എന്നുള്ളത് കൊണ്ട് മയ്യത്ത് നമസ്കരിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞു? അത് ശരി. അപ്പൊ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ വെറുതെ അല്ല ഇവിടെ ഈ പറയുന്ന തീവ്രവാദികൾ കൂടുന്നത് ഇപ്പൊ മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു തീവ്രവാദ പ്രവർത്തനത്തെയും ഒരേപോലെ എതിർക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായി. നിങ്ങൾ ഒരു വശത്ത് പറഞ്ഞു യുദ്ധത്തെയും അക്രമത്തെയും അപലപിക്കണം, എന്നിട്ട് നിങ്ങൾ ഒക്ടോബർ 7 നിങ്ങൾ ശരിയെന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു വശത്ത് നിങ്ങൾ പറയുന്നു അങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് നിങ്ങൾ പറയുന്നു. അത് സ്വരാജിന് അതുണ്ടെന്ന് പറഞ്ഞപ്പോ അതും ഓക്കെ ആണെന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ നിങ്ങൾ പറയുന്നു ഈ തീവ്രവാദികൾക്ക് മയ്യത്ത് ക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു. ഇത് എന്ത് തരം വാദമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ ഇറാനും ഇസ്രയേലും സംഘർഷം അവസാനിപ്പിക്കണം എന്നല്ലേ പറയേണ്ടത്? നിശ്ചയമായി സംഘർഷം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന 100% മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന CPM പറയേണ്ടത് ഇസ്രായേലും ഇറാനും സംഘർഷം അവസാനിപ്പിക്കണമെന്നല്ലേ? അല്ലാതെ ഇസ്രയേൽ കടന്നാക്രമണം കൂട്ടക്കുരുതിക്കുന്നത് അല്ലല്ലോ. CPM-ൽ നിന്ന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന CPM-ൽ നിന്ന് അങ്ങനെ ഒരു പ്രസ്താവനയല്ലല്ലോ അസ്കർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പോ ആരാണ് അക്രമകാരിയായിട്ട് നിൽക്കുന്നത്? ആ അക്രമകാരികളെയാണ് നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്നത് ആണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതിനു വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ മാത്രമാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് യുദ്ധവിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുന്നത്. സംശയമില്ല. അഡ്വക്കേറ്റ് അസ്കർ, ഇതൊക്കെ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അസ്കർ, നിങ്ങൾക്ക് എത്ര കാലം കബളിപ്പിക്കാൻ പറ്റും? അങ്ങനെയെങ്കിൽ 91 ഇടതുപക്ഷത്തിന്റെ നയം ഈ കുവൈറ്റ് അധിനിവേശത്തിനെതിരെ കൃത്യമായി ഇടതുപക്ഷം ഇറാഖ് നടത്തിയുള്ള അധിനിവേശത്തിനെതിരെ കൃത്യമായി ഇടതുപക്ഷം ഒരു നയം എടുത്തിട്ടുണ്ട്. കുവൈറ്റ് അധിനിവേശമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇറാഖ് യുദ്ധം നടക്കുമ്പോൾ ഇറാൻ നടത്തുന്നത് അധിനിവേശമാണെന്നും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെയാ. അങ്ങനെയല്ലല്ലോ. മറ്റൊന്ന് ഇസ്ലാമിക രാഷ്ട്രം തന്നെയായിരുന്നല്ലോ. ആക്രമിച്ചതും ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശ പ്രവർത്തനമാണ്. ഇസ്രായേൽ തീവ്രവാദ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ആ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്. ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു. ഇറാൻ ആയിരുന്നില്ലല്ലോ ആദ്യം ആക്രമണം നടത്തുന്നത്. ഐസൻ, ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയൊരു ഡെവലപ്മെൻ്റാണ്. അതായത് ഈ ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ച കാര്യം അറിയില്ല, വളരെ വൈകിപ്പോയി എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇനിയൊരു കോംപ്രമൈസ് ടോക്കിന് തയ്യാറല്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഐസൻ, അങ്ങനെ തന്നെയാണ് അനിൽ നമ്പ്യാർ. കാരണം നമുക്കറിയാവുന്നതാണ് ഈ കോംപ്രമൈസ് ടോക്കിനുള്ള സാധ്യതയില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് എന്ന വാർത്തകളിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വിഷയം. അതായത് നമുക്കറിയാവുന്നതാണ് ഫൈറ്ററുകൾ അയക്കുന്നു, അതുപോലെ തന്നെ അതിനുള്ള യുദ്ധസന്നാഹങ്ങൾ അയക്കുന്നു, ഈ കപ്പലെത്തുന്നു. അത്തരത്തിലുള്ള ശക്തമായൊരു പ്രതിരോധ സംവിധാനം ഈ പശ്ചിമേഷ്യയിൽ ആകമാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഏതെങ്കിലും ഒരു കോംപ്രമൈസിനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ അത് നേരത്തെ
നേരത്തെ ആകാമായിരുന്നു എന്നതാണ്. ആ നേരത്തെ ആകാമായിരുന്നൊരു ചർച്ച ഇത്രയും വൈകിപ്പിച്ച ഒരു സാഹചര്യത്തിൽ പിന്നീട് ഏത് രീതിയിലാണ് ചർച്ച നടത്തുക അസാധ്യമെന്നത് തന്നെയാണ് ഇപ്പോൾ ട്രംപ് അറിയിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ 6 തവണയാണ് സ്റ്റീവ് വിറ്റ്കോഫ് 6ാമത്തെ തവണ ചർച്ച നടക്കാനിരിക്കെയാണ് ഈ സംഘർഷങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. 5 തവണ ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഗവേണിംഗ് ബോഡി തന്നെ സ്ഥിരീകരിക്കുകയാണ് ആണവായുധമുണ്ട് ഇറാൻ്റെ പക്കലെന്ന്. അതിന് പിന്നാലെയാണ് ഈ ആക്രമണമെല്ലാം നടക്കുന്നത്. ആണവായുധം സംഭരിച്ചതിന് ശേഷം അത് നിർവീര്യമാക്കുന്നതിനുള്ള ഒരു അവസരം ലഭ്യമാക്കുക എന്നത് വളരെ കൃത്യമായൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. കൃത്യമായൊരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കൃത്യമായൊരു ആവശ്യം മുന്നോട്ട് വെച്ചതിന് ശേഷവും ഒരു നടപടികളും സ്വീകരിക്കാതിരിക്കുകയും മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഖമേനിയെ കൊലപ്പെടുത്തേണ്ടതില്ല എന്ന് അമേരിക്ക തീരുമാനിക്കാൻ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് അമേരിക്ക എത്താൻ തന്നെ കാരണം ഇനിയൊരു അവസരം ഈ ആണവ സംവിധാനങ്ങളിൽ നിന്നും പിന്തിരിയാൻ നൽകാമെന്നൊരു ആശയം കൂടി മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കങ്ങളൊന്നും നടക്കാതെ സ്വാഭാവികമായും അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ ഒരു ആണവശക്തിയായി ഇസ്രായേൽ പറഞ്ഞ കണക്കുകൾ പ്രകാരം, അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കണക്കുകൾ പ്രകാരം 9 ബോംബുകൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ്. 9 ബോംബുകളുടെ പ്രഹരശേഷിയൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ അണുബോംബുകളുടെയൊക്കെ പ്രഹരശേഷി, അതിഭീകരമായ പ്രഹരശേഷിയുള്ള സംവിധാനങ്ങളാണ് 9 എണ്ണം ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത തുറക്കുന്ന അത്രയും ആയുധശേഖരം സംഭരിച്ചതിന് ശേഷം ഇനി എന്ത് കോംപ്രമൈസ് ചർച്ച എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചോദ്യം. പക്ഷേ നേരിട്ട് ട്രംപ് ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ ഇറാനെതിരായ നടപടികളിലേക്ക് നേരിട്ട് അമേരിക്ക നീങ്ങുന്നില്ല എന്നതും, എന്നാൽ ഇസ്രായേൽ നീങ്ങുമ്പോൾ അമേരിക്ക മറ്റ് പ്രോക്സികൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള പ്രോക്സികളുടെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം മാത്രമാണ് അമേരിക്ക നിലവിലെ സൈനിക നീക്കത്തിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കേണ്ടത്. യെസ്, കേണൽ ഡിനി, ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? നോക്കൂ, അമേരിക്ക പ്രത്യക്ഷത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പം നോക്കൂ, നേരത്തെ തന്നെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇസ്രയേലിനെതിരെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആക്രമണം അമേരിക്ക പ്രതിരോധിക്കും എന്ന്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഈ ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് അറിഞ്ഞിട്ടില്ല, അതാ ഈ ഇപ്പോൾ അറിഞ്ഞ സാഹചര്യത്തിൽ അത് വൈകിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് നോ കോംപ്രമൈസ് ടോക്ക്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നുവോ? ശ്രീ അനിൽ, ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നെന്ന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് പോലും ഊഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഡൊണാൾഡ് ട്രംപ്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു US പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതിനും ഒന്നും ഒരു എന്താ പറയുക, ഒരു ലോജിക്കും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് തന്നെ നോക്കൂ, ഇന്ന് പ്രധാനമന്ത്രി മോദിയും ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിച്ചു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി അങ്ങോട്ട് പറഞ്ഞു, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ രണ്ടുപേരും ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളായിരുന്നു, അതിനകത്ത് എവിടെയും ഒരു മധ്യസ്ഥ നടന്നിട്ടില്ല എന്നും ട്രേഡിനെ ചൊല്ലിയുള്ള ഒരു മധ്യസ്ഥ അല്ല നടന്നെന്ന് അങ്ങോട്ട് പറഞ്ഞു. അത് അപ്പൊ അത്രയും, അതായത് ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്ന് പറഞ്ഞെന്ന പോലെ രീതിയിലാണ് അങ്ങോട്ട് പറഞ്ഞു അദ്ദേഹം. കാരണം ഈ കാലങ്ങളെല്ലാം പല സ്ഥലത്തും പോയിട്ട് ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ മധ്യസ്ഥ വഹിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം ഡൊണാൾഡ് ട്രംപ് ഇസ് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഒന്നത്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഇപ്പൊ ഇസ്രായേലിൽ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും US-ന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ അവർ ചെയ്യത്തില്ല. കാരണം ഇപ്പൊ ഈ ഒരു സ്ട്രൈക്ക് തന്നെ, ഇപ്പൊ ഇറാന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഈ സ്ട്രൈക്ക് തന്നെ ചെയ്ത സമയത്ത് ഡൊണാൾഡ് ട്രംപ് ആദ്യം പറഞ്ഞത് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എക്സലന്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു ഞാൻ 60 ദിവസം കൊടുത്തിരുന്നു ഇറാനിന്, പക്ഷെ അവർ സൈൻ ചെയ്തില്ല. 61ാം ദിവസം അവർ സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, അമേരിക്കയുടെ ഏതെങ്കിലും അസറ്റ്സിനെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ US-ന്റെ മൈറ്റ് ഓഫ് US ഇറാൻ അറിയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് US-ന്റെ ധാരാളം അസറ്റ്സ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇന്നുമായിട്ട് അദ്ദേഹം പറഞ്ഞു കംപ്ലീറ്റ് സറണ്ടർ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു രാഷ്ട്ര തലവൻ അല്ലെങ്കിൽ പറയാത്ത രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി ഖമേനിയെ കുറിച്ചുള്ള. അതായത് നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും നിങ്ങളെ ഞാൻ കണ്ടെത്തും, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഐ വിൽ കിൽ എന്നുള്ള രീതിയിൽ. അതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ ഓക്കെ, സ്റ്റേറ്റിൽ തമ്മിൽ ഉള്ള ഇഷ്യൂസ് അതിന് പല കാര്യങ്ങളും പറയാതെയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു. പക്ഷെ ഒരു പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല.
ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രശ്നത്തിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു മീഡിയേഷൻ രീതിയിലേക്ക് വരാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ കാണുമായിരിക്കും. അതായത് ഇറാന്റെ ഇത്രയും ഒരു ഡീഗ്രഡേഷൻ നടത്തണം, അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ഉണ്ട്. അപ്പൊ ആ ഡീഗ്രഡേഷൻ നടത്തുന്നവരെ അൽ ഖമേനി ആയാലും ശരി, മറ്റുള്ള ടാർഗറ്റ്സിനെ ആയാലും ശരി, അവരെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡൗൺഗ്രേഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിനകത്ത് ഒന്ന് ഈ ഇസ്രായേലിന്റെ തന്നെ 2 ഒബ്ജക്റ്റീവ്സ്, ഒന്ന് മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് അവർ പറഞ്ഞത് ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻസിനെ തകർക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് ഇസ്രായേലിൻ്റെത് അവിടെ ഒരു റെജീം ചേഞ്ച്, ഒരു ഭരണമാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും അത്ര പെട്ടെന്ന് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അത് ഇസ്രായേലിന്റെ ശക്തി കുറവുണ്ടൊന്നല്ല, പക്ഷെ അത് അങ്ങനെയാണ്, അതിന്റെ ഒരു നേച്ചർ ഓഫ് ആ ഓപ്പറേഷൻ അങ്ങനെയാണ്. ഒന്നിപ്പം ന്യൂക്ലിയർ ഇൻസ്റ്റലേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനിലെല്ലാം ഭൂമിയിൽ നിന്ന് താഴെ ഒരു 100 മീറ്ററോളം താഴെ അവര് അത് ഇറാൻ അങ്ങനെയാണ് അവർ മാനുഫാക്ചർ അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പൊ അതിനെ തകർക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇസ്രായേലിന്റെ ആ ബോംബ്സ് ഇല്ല. അങ്ങനത്തെ ഒരു ബങ്കർ ബേസ്റ്റിംഗ് ബോംബ്സ് വേണമെങ്കിൽ അത് US-ന്റെ മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ആ ഒരു ബോംബിന്റെ തന്നെ 14,000 kg ആണ്, അതിന്റെ 30,000 പൗണ്ട് അല്ലെങ്കിൽ 14,000 kg ആ ബോംബാണ്. അത് ഫ്ലൈ ചെയ്യണമെങ്കിൽ B2 സ്റ്റെൽത്ത് ബോംബർ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് മാത്രമേ അത് ഫ്ലൈ ചെയ്യാൻ പറ്റൂ. അത് ചെയ്യണമെങ്കിൽ അത് US-ന്റെ മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പൊ US ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതിനെ കൂടെ ചേരുമെന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി ഈ B2 സ്റ്റെൽത്ത് ബോംബർ വെച്ചിട്ട് ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ വേണമെങ്കിൽ അവർക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് പോകാം. രണ്ടാമതായിട്ട് അവിടെ ഒരു റെജീം ചേഞ്ച് അല്ലെങ്കിൽ ഖമീനിയെ കൊല്ലുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ള രീതിയിൽ അത് അത്ര ഈവൻ ഇഫ് ഇപ്പം അവിടുത്തെ ആ ലീഡറിനെ എലിമിനേറ്റ് ചെയ്തു തന്നെ വിചാരിക്കുക, ഈ അടുത്ത ആള് വരുന്നത് ഇവർ പറയുന്ന കണക്ക് കേൾക്കുമെന്ന് ഒരു ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. അപ്പം ഇപ്പം ഇത്രയും പ്ലാനിങ് ചെയ്തിട്ട് അവർ വേറൊരാളെ, ഇപ്പം റസാ ഷാ പോലത്തെ, അതായത് മുൻകാലങ്ങളിൽ അവിടുത്തെ കിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ആ കിങ്ങിന്റെ ഒക്കെ പല സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പം വരുന്നുണ്ട്. പക്ഷെ അതേപോലുള്ള ഒരാൾ വന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഭരണത്തിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അപ്പം ഇതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാൻ സാധ്യത ഉള്ള രീതിയിലേക്കാണ് അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഒന്ന്, അമേരിക്കയുടെ ഉള്ളിൽ തന്നെ അങ്ങനെ പോകുന്നതിന് എതിർപ്പുണ്ട്. കാരണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയ ആളുകൾ ഇതിനകത്ത് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ചില ഡിസ്കഷൻ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ക്യാബിനറ്റ് അല്ലെങ്കിൽ അവരുടെ ആ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് പോലെ നടത്തിയതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാതെ പിരിഞ്ഞെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. അപ്പം അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാൻ ഉള്ള സാധ്യത ആസ് ഓഫ് നൗ ഞാൻ കാണുന്നില്ല. പക്ഷെ ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ B2 സ്റ്റെൽത്ത് ബോംബർ വെച്ചിട്ട് ഈ ന്യൂക്ലിയർ സ്ട്രൈക്സിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് അതിനകത്തും അത് നടന്നാൽ വലിയ അതിശയവും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഫുൾ സ്കെയിൽ ഒരു വാർ ഇറാന്റെ മുകളിൽ US ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇൻഡയറക്റ്റ് സപ്പോർട്ട് അവർ ഡെഫിനറ്റ്ലി ചെയ്യും. കാരണം ഈ മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽ ആയാലും ശരി, ഡ്രോൺസ് ആയാലും ശരി, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് വരികയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട്. US-ന്റെ അസറ്റ്സ് വെച്ചിട്ട് അതിനെ തകർക്കുകയും അതിനെ അവർക്ക് ചെയ്യാം. പ്രത്യേകിച്ച് അയൺ ഡോമിന് ഉള്ളിൽ ഇപ്പൊ പ്രഷർ കൂടും. കാരണം ഇതെല്ലാം ഒരു ഫൈനൈറ്റ് ആണ് ഇതിന്റെ, അതായത് നമുക്കിപ്പം ഇൻഫിനൈറ്റ് ആയിട്ട് അതിനെ നമുക്ക് നിർത്താൻ പറ്റില്ല. ഇപ്പം 100 മിസൈൽസ് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു 90 ഒക്കെ അവർക്ക് തടയാൻ സാധിക്കും. പക്ഷെ 10 എണ്ണം ലോകത്തുള്ള ഏത് സിസ്റ്റം ആണെങ്കിലും അത് പെനട്രേറ്റ് ചെയ്ത് വരാൻ പറ്റും. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഉള്ള കാഷ്വാലിറ്റീസ് അതുകൊണ്ട് വരും. എനിക്ക് തോന്നുന്നൊരു 400ഓളം മിസൈൽസ് ഫയർ ചെയ്തതിനകത്ത് ഏകദേശം 35ഓളം പെനട്രേറ്റ് ചെയ്യുന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങും ഇങ്ങൊക്കെ ഉള്ള ആ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞ നഷ്ടങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തും കാണുന്നതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ ഇസ്രായേലിനും US-ന്റെ കുറച്ചുകൂടെ സപ്പോർട്ടിന്റെ ആവശ്യം വരും. കാരണം ഈ ഒരു വാർ പെട്ടെന്ന് ഇന്നിപ്പോ അൽ ഖമേനിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ, അവര് ഒരിക്കലും സറണ്ടർ ചെയ്യത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പ്രൊലോങ്ഡ് ആയിട്ട് ഇത് അങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സ്ട്രൈക്ക്, കൗണ്ടർ സ്ട്രൈക്ക്, അടി മറുപടി, തിരിച്ചടി എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. കാരണം ഇപ്പം ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് നെഗോഷിയേഷൻ ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ ആ നീണ്ടുപോകുന്നതിനകത്ത് ഭാരതത്തിന്റെ സ്റ്റാൻഡ് ക്ലിയർ ആണ്. നമ്മളിപ്പോ യുദ്ധത്തിന്റെ പക്ഷത്തിലല്ല.
രണ്ട് രാജ്യങ്ങളെടുത്ത് നമുക്ക് പറയാൻ ഒറ്റ ഇത് കാര്യമേ ഉള്ളൂ, അതായത് യുദ്ധം വേണ്ട. അതിന്റെ ഒരു ഉദാഹരണം ഭാരതം തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതിന്റെ പ്രൈം റീസൺ, ഈ ഒരു വിഷയത്തിന്റെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിന്റെ പ്രൈം റീസൺ ഒക്ടോബർ 7 ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിന്റെ ഉള്ളിൽ ചെയ്ത ആ ഒരു ഭീകരവാദ പ്രവർത്തനം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ബാക്കിലോട്ട് നമ്മൾ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പറയാനുള്ള ധാരാളം കാരണമുണ്ട്. പക്ഷെ ഇന്ന് ഈ അവസ്ഥ, ഇന്നത്തെ ഗാസയിലെ അവസ്ഥയും ഇന്നത്തെ ഇറാന്റെ ഉള്ളിലെ അവസ്ഥയും, അതിന്റെ പ്രൈം റീസൺ ഒക്ടോബർ 7 ഹമാസ് ചെയ്ത കാര്യം തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അവര് ഒരു കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുമ്പോഴും അവിടെയും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വേണം എന്നുള്ള പക്ഷമാണ് നമുക്കുള്ളത്. കാരണം മനുഷ്യരാണ് രണ്ട് പക്ഷത്തും, അത് ഏത് പക്ഷത്ത് പോയാലും ശരി, അതിനകത്ത് മനുഷ്യത്വം ഉള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മളെ ഭാഗത്ത് നിന്നുള്ളത്, അത് ഇസ്രായേൽ പക്ഷത്തായാലും ശരി, ഇറാനായാലും ശരി, ഗാസയിലായാലും ശരി, നിരപരാധികളായിട്ട് മരിക്കുന്നവരെ അത് നമുക്ക് ഒട്ടും എന്താ പറഞ്ഞ, അത് നമ്മൾ യോജിക്കുന്നില്ല. ആ രീതിയിലേക്കുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം ശ്രീ അനിൽ. നമ്മളെ മുന്നിൽ ഇതേപോലുള്ള ഒരു ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്? പെഹൽഗാം 26 പേരാണ് നമ്മൾ ഇവിടെ വധിച്ചത്. അതിന്റെ ഏകദേശം ഒരു 100 ഇരട്ടിയാണ് ആക്ച്വലി ഇസ്രായേലിന് ഫേസ് ചെയ്യേണ്ടി വന്നത് ഒക്ടോബർ 7. അവിടെ ഏകദേശം 1600 ആണെങ്കിൽ തന്നെയും പക്ഷെ അവിടുത്തെ ആ ഇമ്പാക്ട്, ആ സ്ത്രീകളുടെ അടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ, ക്രൂരതയെ കണ്ടു കഴിഞ്ഞാൽ അതിലും പല തവണ ഇരട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ആളുകൾ, ഇവിടുത്തെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ പെഹൽഗാമിന്റെ 100 ഇരട്ടിയാണ് ഇസ്രായേൽ അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ ഭാരതം ചെയ്ത എന്താണ്? ഭാരതം പാകിസ്ഥാന്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തപ്പം നമ്മൾ അവിടുത്തെ ഭീകരവാദി ക്യാമ്പിനെ മാത്രമാണ് സ്ട്രൈക്ക് ചെയ്തത്. അതായത് നമ്മൾ മിലിറ്ററിയോ നമ്മൾ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തില്ല. കാരണം അഗെയിൻ അതിന്റെ റീസൺ ഇതാണ്, നമ്മളിപ്പോ യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മുടെ രാഷ്ട്ര താല്പര്യം തന്നെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പാകിസ്ഥാൻ നമ്മളെ അടിച്ചപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചടിച്ചു. അവരുടെ എയർ ബേസിലെയും അവരുടെ ഇതാണ് അടിച്ചത്. അപ്പം ഒരു യുദ്ധം തുടങ്ങാനും ഒരു യുദ്ധം നിർത്താനും അല്ലെങ്കിൽ അത് തീർക്കാനും അറിയാവുന്ന ഒരു രാജ്യമാണ് ഭാരതം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്, ഇപ്പം ഇസ്രായേൽ ചെയ്താലും അത് ഇറാൻ ചെയ്താലും അത് രണ്ടുപേരും ചെയ്യുന്നത് യുദ്ധത്തിലേക്ക്, വലിയ നാശനഷ്ടത്തിലേക്ക് പോകരുതെന്നാണ് ഭാരതത്തിന്റെ സ്റ്റാൻഡ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ശരിയായിട്ട് സ്റ്റാൻഡ്. ഓക്കെ ടിനി, വ്യക്തമാണ്. ആരിഫ് ഹുസൈൻ ബംഗറിലിരുന്നാണെങ്കിലും ഖമേനി യുദ്ധം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രയേലിനെ തകർക്കണം, വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഖമേനിയുടെ ഭീഷണി. ഹീബ്രു ഭാഷയിൽ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ സൈനിക നടപടികൾക്കെതിരെ തിരിച്ചടി നടത്തും എന്ന് ഇറാൻ ആവർത്തിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? ആത്മവിശ്വാസം അതങ്ങനെ നിലനിർത്താൻ വേണ്ടിയാണോ? നാട്ടുകാരൊന്നും വിട്ടു പോരുത്. നമുക്കറിയാം ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇറാനിൽ. പക്ഷേ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയായിരിക്കുമോ ഖമേനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്? ഹീബ്രു ഭാഷയിലിട്ടു എന്നല്ലേ പറഞ്ഞേ? അതെ. യെസ്, അത് നന്നായി ഏതായാലും ഞാൻ പറയുള്ളൂ. കാരണം ഇനിയിപ്പോ മനസ്സിലാകാതെ പോകരുതല്ലോ. ഇത് ഞാൻ പറയാ, ഇതൊരു വെല്ലുവിളി എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് ഇതിനെ യുദ്ധമായിട്ട് നമ്മൾ കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാനിനെ അല്ല ആക്രമിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന ജനതയെയോ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയോ ആക്രമിക്കുന്നു എന്നല്ല അവിടെ വന്നിട്ടുള്ളത് IRGC എന്ന് പറയുന്ന അവരുടെ മിലിറ്ററിയുടെയും ഈ പറയുന്ന ഈ മുല്ലമാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കൂട്ടം, അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു ഭീകര അന്തരീക്ഷം, അതുകൂടാതെ അവര് വിഭാവനം ചെയ്തിട്ടുള്ള വലിയൊരു ടെറർ നെറ്റ്വർക്ക്, പ്രോക്സി വാർ അടക്കമുള്ള സംഗതികൾ നടത്താൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതെല്ലാം നിരന്തരമായിട്ട് ഓപ്പൺലി ഡെത്ത് ടു ഇസ്രായേൽ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്നത്. അത് ഇസ്രായേൽ മാത്രമൊന്നുമല്ല, ഡെത്ത് ടു അമേരിക്ക ഉണ്ട്, അതുപോലെ ഡെത്ത് ടു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ വരെ അതിനകത്ത് വരുന്നു. അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യും, വെസ്റ്റിനെ ഉന്മൂലനം ചെയ്യും എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു ഭീകര കൂട്ടം തന്നെയാണ് ഈ പറയുന്ന നിലവിലെ അവിടുത്തെ ഖൊമേനിയുടെ കീഴിലുള്ള ആളുകൾ, ഖൊമേനി ഉൾപ്പെടെ. അപ്പൊ ആ ഒരു സംഗതിയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ. അവിടെ സിവിലിയൻ സ്ട്രക്ചേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ഇവിടെ നടത്തിയിട്ടുള്ള അതിന്റെ ചിത്രങ്ങളും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. ചിലതൊക്കെ ദേശാഭിമാനി പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആർക്കും സംശയമില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്നതാണ്, ഇത് യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഞാൻ കാണുന്നത്, ഈ പ്രശ്നം ഇത്ര നേരം ഉണ്ടായിട്ട്, ഞാനിപ്പോൾ ഇത് നമ്മളെ പരിപാടി കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ചാനലിൽ നടക്കാൻ പോകുന്നത് ഇറാനിയനായിട്ടുള്ള
പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ചങ്ങാതിയുമായിട്ട് ഒരു സുഹൃത്തുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ്. നിങ്ങൾക്ക് കേൾക്കാം, അസ്കറൊക്കെ അവിടെ നേരിട്ട് വന്ന് കേൾക്കാം, നേരിട്ട് വന്ന് ചോദിക്കാം, നിങ്ങൾക്കുള്ള അവസരം ഞാൻ തരാം. അതായത് ഇറാനിയൻസ് ആയിട്ടുള്ള ആളുകൾ അവർ നിൽക്കുന്നത് ഇസ്രായേലിനോടൊപ്പമാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വന്തം ജനതയെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു മൊല്ലാക്കയാണ് സത്യത്തിൽ ഈ ഖൊമേനി എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ട് തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ നിങ്ങൾ വിളിക്കും ഇസ്രായേലിനെ, പക്ഷേ ഇറാനിയൻ ജനത ഇസ്രായേലിനോടൊപ്പം എന്ന് പറയുകയും ഡെത്ത് ടു ഖൊമേനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഖൊമേനി ഇരുന്നിട്ട് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇറാനിയൻ ജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെത്ത് ടു ഖൊമേനി എന്നാണ്. ഈ പറയുന്ന എന്താണ് എഫ് വേർഡ് ഉപയോഗിച്ചിട്ടാണ് അവർ പറയുന്നത്, ഈ പറയുന്ന ഖൊമേനി അവിടെ താഴെ ഇറങ്ങൂ, ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടെ പോട്ടെ, നശിക്കട്ടെ, അത് തൊലയട്ടെ എന്ന് പറയുന്ന സ്വന്തം ജനത. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനതയെ ഇനി കൂടെ നിർത്തണമെങ്കിൽ എന്താ അതിനുള്ള വഴി? അവരെയും കൂടി കൊലക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കി വെക്കുന്നത്. ഞാൻ പറയാ, ഇത് ഇസ്രായേൽ ഒരു കാരണവശാലും ആ പറയുന്ന സിവിലിയൻസിന് നേർക്ക് അറ്റാക്ക് നടത്തില്ല എന്നുള്ളതിനാണ് ഞാൻ അടിവരായിട്ട് പറയുന്നത്. എന്നാൽ ഇനി അവിടെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം മിസൈലുകളും സ്വന്തം ബോംബുകളും ഉപയോഗിച്ചുകൊണ്ട്, എങ്ങനെയാണോ ഹ്യൂമൻ ഷീൽഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് അവിടെ ആക്രമണം നടത്തിയത്, അത് തന്നെയാണ് ഇസ്രായേലിന് അവിടെ കുരുക്കാൻ വേണ്ടിയിട്ട് നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറാനും ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് സ്വന്തം ജനതയെ കൊലക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. എന്നാൽ മാത്രമാണ് ഇനി അവർക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് വരുന്നത് കൊണ്ട് കൂടിയാണത്. അല്ലാതെ ഇത് ഒരു വാർ ആകേണ്ട ഒരു കാര്യമില്ലാത്ത വിഷയമാണ്, അങ്ങനെ പോകേണ്ടതും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടു, ഇത് അക്രമം ഒന്ന് കുറയ്ക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് വരെ പറയുന്ന അവസ്ഥ വരെ ഇവിടെ ഇടയ്ക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ട എന്താണ്, ഇവിടുത്തെ ഇറാനിലെ ക്രൗൺ പ്രിൻസ് പഹൽവിയുടെ ആ അനന്തരവനൊക്കെ ആയിട്ടുള്ള വരുന്ന ആളുകൾ, അവർ പോലും ഇന്നലെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജനതയോട് ഉണരാനും ഈ പറയുന്ന ആ മുല്ല ഭരണത്തിനെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തുവാനും വേണ്ടിയിട്ടുള്ള ആഹ്വാനം വരെ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ 1979 നടന്നിട്ടുള്ള ആ ഇസ്ലാമിക് റവല്യൂഷന്റെ ഒരു കൗണ്ടർ റവല്യൂഷനാണ് അവിടെ നടക്കാൻ പോകുന്നത്. അത് തടയുക എന്നുള്ളതാണ് ഇപ്പോൾ സത്യത്തിൽ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി, അതിനേക്കാൾ മുന്നിൽ ഇന്ന് നിൽക്കുന്ന അവരുടെ അസ്തിത്വം തന്നെ അവിടെ അപകടത്തിലാവുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതിനെ തടയുക എന്നുള്ളതാണ് ഇന്ന് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, ഈ നാടകമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന മൊല്ലാക്കന്മാരുടെ ബുദ്ധി എവിടം വരെ പോകുന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ആ ചിത്രങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് G7 രാജ്യങ്ങളടക്കം പറഞ്ഞത് ഇസ്രായേലിന് സ്വന്തം രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇവിടെ യുദ്ധം ഇപ്പോൾ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. യുദ്ധം എന്നോ ആരംഭിച്ചിട്ടുണ്ട്. യുദ്ധം ഒക്ടോബർ 7 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് അതാ പറഞ്ഞിരുന്നു. ഒക്ടോബർ 7 തന്നെയാണ് ഈ പറയുന്ന ഇറാൻ ഈ പറയുന്ന അക്രമം തുടങ്ങി വെച്ചത്. പക്ഷെ അന്ന് അവർ തുടങ്ങി വെച്ചത് നേരിട്ടല്ല, അവർ ഈ പ്രോക്സി വാറാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ എന്താ ചെയ്തത്, ആ പ്രോക്സികളെ ആദ്യം ഒതുക്കി. ഇന്ന് ഹിസ്ബുള്ളയെ നമ്മൾ കേൾക്കുന്നില്ല, ഹമാസിനെ കുറിച്ച് അവരുടെ ഒരു സീൽക്കാര ശബ്ദം പോലും ഇല്ല, ഒരു ഞെരക്കം പോലും ഇല്ല. അപ്പുറത്ത് യഹൂത്തികളുടെയും അനക്കമൊന്നുമില്ല. എന്താ ഉണ്ടായത്? എല്ലാത്തിനും ഒതുക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, അവർക്ക് വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് തുരങ്കത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഇവിടെ GHFന്റെ കീഴിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പൊതികൾ അത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് വെടിവെക്കുക, അങ്ങനെയുള്ള ഒരു വളരെ കുറഞ്ഞ തോതിലുള്ള ലോ ഡിഗ്രി സ്വാതന്ത്ര്യ സമരം മാത്രമാണ് ഇപ്പോൾ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം. അതിനപ്പുറത്തേക്കുള്ള വലിയ സ്വപ്നങ്ങളൊന്നും ഇപ്പോൾ ഹമാസിനില്ല, ഹിസ്ബുള്ളയ്ക്കില്ല, ഹൂത്തികൾക്കും ഇല്ല എന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സിവിലിയൻസിനെ തൊടാതെ, അത് തൊടില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇറാനിയൻസിന് കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം കാഹളം മുഴക്കുക, അത് ഹീബ്രുവിൽ എഴുതുക എന്നൊക്കെ പറയുന്നത് അവരുടെ ലക്ഷ്യം ഈ പറയുന്ന ആ ജനതയെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ കൂട്ടു നിൽക്കാതിരിക്കേണ്ടത്. അതിന് കൂട്ടു നിൽക്കാൻ ഇറാനിയൻ ജനത പോലും തയ്യാറാകില്ലാത്ത ഒരു ഘട്ടമുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. ഈ വിഷയം ഒരിക്കലും ഈ പറയുന്ന ഹമാസ് വിഷയം പോലെ ആയി മാറില്ല. കാരണം അവിടെ കൂടെ നിലവിളിക്കാൻ, ഈ പറയുന്ന ഹമാസിന് വേണ്ടിയിട്ട് ഗാസക്കാർ എങ്ങനെയാണോ നിലവിളിച്ചത് അതുപോലെ നിലവിളിക്കാൻ അവിടെ ഇറാനിയൻസിന് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ അസ്കർ, ഡെത്ത് ടു ഖൊമേനി, ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ അതല്ലേ ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അതാണ് വിദേശത്തുള്ള ഇറാനിയൻസ് പോലും അതാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടില്ലേ, കോൺസുലേറ്റിന് മുന്നിലും എംബസികൾക്ക് മുന്നിലും ഒക്കെ ഇറാനിയൻ അവർ ഈ ഖൊമേനി എത്രയും തുലയട്ടെ എന്നുള്ള രീതിയിലാണ് മുദ്രാവാക്യം മുഴക്കുന്നത്. അപ്പോൾ നോക്കൂ, ആ ആഭ്യന്തര കലാപം നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അന്നമ്പി ഇതിൽ കാണേണ്ടത്
ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടുക എന്ന് പറയുന്നത് അതിസങ്കീർണമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെ പോലും വഷളാക്കുന്നതും യുദ്ധത്തിലേക്ക് അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. എന്ത് അവകാശമാണ് ഇസ്രായേലിന് ആയത്തുള്ള ഖൊമേനിയെ പോലുള്ള ഒരു രാഷ്ട്ര ഭരണാധികാരിയെ പുറത്താക്കുന്നതിനും അല്ലെങ്കിൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള അവകാശം? ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ആ ഭരണത്തെ അട്ടിമറിക്കുന്നതിനുള്ള അവകാശമില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഒരു തരത്തിലും മാറ്റുന്നതിനുള്ള അവകാശമോ അതിനുള്ള ശ്രമവും മറ്റൊരു രാജ്യം നടത്താൻ പാടില്ല. അത് ഒരു രാഷ്ട്ര തന്ത്രജ്ഞതയുടെയും ഭാഗമല്ല. ഇത് തങ്ങളുടെ മേധാവിത്വം പശ്ചിമേഷ്യയിലാകമാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ഹീനവും തെമ്മാടിത്തവും നിറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. മനുഷ്യരെ കൊല്ലുക, ഏത് യുദ്ധത്തിന്റെ അവസാനം സാധാരണ മനുഷ്യരുടെ കഷ്ടപ്പാടുകളാണെന്നേ, സാധാരണ മനുഷ്യരുടെ വേദനകളാണെന്നേ, നഷ്ടപ്പെടുന്നത് സാധാരണ മനുഷ്യർക്കാണ്. ആയത്തുള്ള ഖൊമേനിയുടെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളിൽ പലപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷക്കാർ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഇറാനിൽ അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ആയത്തുള്ള ഖൊമേനിയുടെയും മതമൗലികവാദത്തിനും എതിരാണ്. ഇറാനിലെ സ്ത്രീകൾക്ക് പാർലമെന്റിൽ ഇപ്പോ നിലവിലുള്ള സാഹചര്യത്തിൽ 6% മാത്രം അംഗത്വമുണ്ട്. ലോകത്താകമാനം 23% അംഗത്വമുള്ളപ്പോഴാണ് 6% മാത്രം അംഗത്വം ഉള്ള ഇറാനിയൻ പാർലമെന്റ്. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകൾക്ക് ഉള്ള അവകാശങ്ങൾ ആകപ്പാടെ നിഷേധിക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ. ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷെ അതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെയും അതുപോലെ ജനങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെന്നുണ്ട്. പലസ്തീനില് മരുന്നും ഭക്ഷണവും നൽകാതെ ഉപരോധം ഏർപ്പെടുത്തുകയും പാലസ്തീൻ ജനങ്ങളുടെ നിലവിളി, ഗസയിലെ ജനങ്ങളുടെ നിലവിളി ആരും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് പോലെ മാത്രമാണ്. ഒരു തരത്തിലും ഇത്തരം ഇടപെടലുകൾ മറ്റൊരു രാജ്യത്തിന്റെ ഒക്ടോബർ 7 മരിച്ചു വീണതും മനുഷ്യരാണ്. അസ്കർ, തെറ്റാണ്. നിങ്ങൾ എന്താ അത് കാണാതെ പോകുന്നത്? ഒരു കാര്യം, തീവ്രവാദി സംഘടന നടത്തിയിട്ടുള്ള ആക്രമണം, തീവ്രവാദ സംഘടന നടത്തിയിട്ടുള്ള സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടിയുണ്ട്. ഹസ്കർ ഇവിടെ പറഞ്ഞ നുണയാണ്. ഓക്കെ, ഹസ്കർ ഇവിടെ പറഞ്ഞ നുണയാണ്. സോറി ജിബി, ഒരു സെക്കൻഡ്. ഹസ്കർ ഇവിടെ പറഞ്ഞ നുണയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആവർത്തിക്കുകയാണ്, അതായത് മരുന്നും ഭക്ഷണവും കൊടുക്കുന്നില്ല എന്ന്. മരുന്നും ഭക്ഷണവും ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ്. അത് ലോകരാജ്യങ്ങൾ കൊടുത്തയച്ചിരുന്ന എയ്ഡ് അത് തട്ടിപ്പറിക്കുകയും അത് അവരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ട് തുരങ്കത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയും അത് പൂഴ്ത്തി വെക്കുകയും സ്വന്തക്കാർക്ക് വിതരണം ചെയ്യുകയും അതിവിടെ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അങ്ങനെ വിതരണം ചെയ്യുന്നതിന്റെ ഇടയിലേക്ക് വെടിവെച്ചിട്ട് 30 പേരെ ഇസ്രായേൽ കൊന്നു എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം ഇസ്രായേൽ തന്നെ അതിന്റെ ഡ്രോൺ ഫുട്ടേജ് വിട്ടപ്പോൾ അത് പബ്ലിഷ് ചെയ്ത വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള ആ പത്രമാധ്യമങ്ങൾ മാപ്പെഴുതി പബ്ലിഷ് ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ പറഞ്ഞ പാർട്ടി ക്ലാസ്സിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. ഇന്നത്തെ കാലത്ത് അതല്ല സ്ഥിതി, എന്റെ പൊന്നു അസ്കറെ. ഓക്കെ, ഇന്ന് നാട്ടുകാരും പത്രം വായിക്കുന്നുണ്ട്, ദേശാഭിമാനി അല്ലാത്ത പത്രങ്ങളും വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മഞ്ഞപത്രമൊന്നുമല്ല, വാഷിംഗ്ടൺ പോസ്റ്റ് മഞ്ഞപത്രമാണെങ്കിൽ ഓക്കെ, നമ്മൾ സമ്മതിച്ചു. ഈ മഞ്ഞയല്ലാത്ത ചുമല പത്രം നമുക്ക് വേണ്ട. തൽക്കാലം നമുക്ക് ചുമല പത്രം വേണ്ട, ദേശാഭിമാനം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ ഈ ചുമല പത്രം വായിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആളാണ്. പണ്ട് ഞാൻ SFIയുടെ കൊടി കുറെ പിടിച്ച് നടന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാം നിങ്ങൾ എങ്ങനെ ഈ പാർട്ടി ക്ലാസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നേതാവ് പറയും, അണികൾ കേൾക്കും. അതിനി നടപ്പില്ല പൊന്നു അസ്കറെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ നോണയ്ക്ക് എത്ര കാലം പറയാ? ഇന്നത്തെ പത്രം നിങ്ങൾ എടുത്ത് വായിക്കൂ. ഇന്നും 5 പേരെയാണ് ഈ ഹമാസ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇന്നലെയും കൊന്നു. ഇത് നിങ്ങൾ എന്താ പറയാത്തത്? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന എയ്ഡ് കൊടുക്കുമ്പോൾ അവിടെ പ്രശ്നം എന്ന് പറയുന്നത്, എയ്ഡ് കൊടുക്കുന്നതിനെ തകർക്കുകയും അതിനെ തുരങ്കം വെക്കുകയും കൊടുക്കുന്ന സാധനങ്ങളെ തുരങ്കത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും പൂഴ്ത്തി വെക്കുകയും സ്വന്തക്കാർക്ക് കൊടുക്കുകയും ബാക്കിയുള്ള ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുകയും എന്നിട്ട് ഇത് കൊടുക്കുന്ന സാധനം അതിനു വേണ്ടിയിട്ട് സാധാരണ അവിടുത്തെ ഹമാസിന്റെ ഈ ദുരിതം ഏൽക്കുന്ന ആളുകളെ അവിടെ വന്ന് നിലവിളിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോയും അതിന്റെ വാർത്തകളും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹമാസിന്റെ തന്നെ പത്രങ്ങൾ വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഇത് വരുമ്പോൾ അത് അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ അതുപോലും പുറത്തു വന്നത് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ ചുമല പത്രവും വായിച്ചുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. ബാക്കിയുള്ള ആളുകൾ വേറെ പച്ച കളറും എല്ലാം വായിക്കുന്നുണ്ടെന്നുള്ള ഒന്ന് ഓർത്തേക്കുക. ആരിഫിനെ സംബന്ധിച്ചിടത്തോളം
ആരിഫിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുകയാണ്. അപ്പോ അതിന് ചികിത്സ തേടാതെ കോമലപ്പിത്തം വായിക്കുന്നതിനേക്കാൾ ബാധിക്കുന്നതിന് പച്ചപ്പിത്തം ബാധിക്കുന്നതിനേക്കാളും നല്ലതാണ് മഞ്ഞപ്പിത്തം. ഓക്കെ, അതാ പറഞ്ഞേ, പച്ചപ്പിത്തം ബാധിക്കുന്നതിനേക്കാൾ നല്ലത് മഞ്ഞപ്പിത്തം ബാധിക്കുന്നതാണ്. ഞാൻ അതങ്ങ് സഹിച്ചു. ഓക്കെ, അത് സഹിച്ചേ പറ്റൂ. സഹിക്കും. പച്ചപ്പിത്തം നമുക്ക് സഹിക്കാൻ പറ്റില്ല. പച്ചപ്പിത്തം നമുക്ക് സഹിക്കാൻ പറ്റില്ല, മഞ്ഞപ്പിത്തം നമുക്ക് സഹിക്കാം. ഓക്കെ, ആരിഫിന് അത് ചികിത്സ തേടേണ്ട അതാ പറയുന്നത്. അത് ചികിത്സിച്ചാൽ മാറും. പക്ഷെ പച്ചപ്പിത്തം ഉണ്ടല്ലോ, അത് ചികിത്സിച്ചാലും മാറില്ല. അതൊരു ക്യാൻസർ ആണ്. അതല്ല, അത് കൊണ്ടേ പോകുള്ളൂ. കൊണ്ടേ പോയിട്ടുണ്ട്. ഇറാനിൽ പച്ചപ്പിത്തം ബാധിച്ച കുറെ എണ്ണത്തിന് അന്ന് അവിടുത്തെ ഇസ്ലാമിക് റജീം വന്നു കഴിഞ്ഞപ്പോ കൊന്നു കളഞ്ഞു. അത് നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഈ മൂഡ് താങ്ങുമ്പോൾ ആലോചിക്കണം. ഇറാനിലെ ഇടതുപക്ഷത്തിന് എന്താ പറ്റിയത്? ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരെ എന്താണ് അവിടുത്തെ ഈ 1979 ആ റജീം ചേഞ്ചിന് ശേഷം എന്താ സംഭവിച്ചത്? ഒന്ന് പറഞ്ഞു തരുമോ? അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊലയായിരുന്നു, അതറിയോ? ഈജിപ്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നുതള്ളുകയായിരുന്നു. എന്താ അവിടെ സംഭവം? അപ്പൊ നിങ്ങൾ ഈ പച്ചപ്പിത്തം ബാധിച്ചിട്ട് നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ മൂഡ് താങ്ങിയിട്ട് ഈ പറയുന്ന ജിഹാദികളോടൊപ്പം ചേർന്ന് ചെയ്യുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു. ഒന്ന് പറയട്ടെ. യെസ്, അതായത് ഒന്നാമതായി ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ ആയത്തുള്ള ഖൊമൈനിയുടെ ഭരണകൂടം നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള നരനായട്ടിനെ ഇടതുപക്ഷം കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായിട്ട് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ അത് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് നിങ്ങൾക്ക് സാധിക്കില്ല. അതാണ് ഈ പ്രശ്നം. എന്ത് എസ്റ്റാബ്ലിഷ് തെളിയിക്കും. നിങ്ങൾ പറയാണ്. ഇന്ന് ന്യൂയോർക്കിലും ലണ്ടനിലും ബെർലിനിലും അടക്കം ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ ഇന്ന് ഇസ്രായേലിനെതിരെ നടത്തുന്ന സമരങ്ങൾ, ഇസ്രായേലിനെതിരെ നടത്തുന്ന റാലികൾ അങ്ങ് കണ്ടിട്ടുണ്ടാവില്ല. ആ റാലിയുടെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ആ റാലി നയിച്ചിരുന്ന ആളുകള് മാർച്ച് ടു ഗാസ എന്നും പറഞ്ഞിട്ട് അവർ ഈജിപ്തിൽ വന്നു. ഈജിപ്തിൽ വന്നപ്പോ ഈജിപ്തുകാരെന്താ ചെയ്തത്? അവരെ പൊതുരെ തല്ലി, അവരെ അവിടെ തടഞ്ഞിട്ട് അവരെ മൂട്ടിന് തല്ലി ഓടിച്ചു. ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുക ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ ഹമാസ് സ്പോൺസേർഡ് ആയിട്ടുള്ള, ഖത്തർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ കുറെ ഹമാസ് ഈ പറയുന്ന സപ്പോർട്ടേഴ്സ് നടത്തിയിട്ടുള്ള സാധനങ്ങൾ. ഇന്നിപ്പോ സൗദിയിൽ ഹമാസ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ പ്രക്ഷോഭം എന്ന് കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട. നിങ്ങളെ പോലുള്ള ഇടതുപക്ഷവും ഇതുപോലുള്ള പച്ചപ്പിത്തം ബാധിച്ച ആളുകൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന സാധനം ശരിയാണെന്ന് വാദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ആയിക്കോട്ടെ, ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് യഹൂദ മതസ്ഥരും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമാണെന്നും അത് മുസ്ലിം അധിനിവേശമാണെന്നും കരുതുക എന്നുള്ളത് ചിത്രീകരിക്കുക, അങ്ങനെ ലഘൂകരിച്ച് കാണുക. അത് സ്ട്രോങ് ആർഗ്യുമെന്റ് ആണ്. അങ്ങനെ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുകയും ജൂതനെ ഉന്മൂലനം ചെയ്യണമെന്ന മുഹമ്മദ് നബിയുടെ ആ ഹദീസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ആ ഒരു കാഹളം മുഴക്കൽ, അതിനെതിരെയാണ് ഞാൻ നിൽക്കുന്നത്. അത് ശരിയല്ല. ഇന്നത്തെ ആധുനിക ലോകത്ത് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏതെങ്കിലും മത കിതാബിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ജീവിക്കേണ്ട ആളുകളാണ് നമ്മൾ. അതിന് പകരം അത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏത് രാജ്യം പറഞ്ഞാലും, അതിനിപ്പോ മുസ്ലിം രാജ്യം ആയിക്കോട്ടെ, അത് ക്രിസ്ത്യൻ രാജ്യം ആയിക്കോട്ടെ, നമ്മൾ അതിനെ എതിർത്തിരിക്കും. ഇവിടെ അത് നിർഭാഗ്യവശാൽ മുസ്ലിം രാജ്യമായി പോകുന്നു. നിർഭാഗ്യവശാൽ മുസ്ലിം രാജ്യം മാത്രമേ പറയുന്നുള്ളൂ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ആരിഫേ, ഹദീസുകൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബി മരണപ്പെട്ടതിന് ശേഷം 230 വർഷം അല്ല, ഹദീസുകൾ എന്ന് പറയുന്നത് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പൊ ഹമാസിന്റെ ചാർട്ടറിലെ ആർട്ടിക്കിൾ 7 നിങ്ങൾ വായിക്കുക. അതിലൊരു ഹദീസാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഹദീസ് ഏതാണ്? അതൊക്കെ ഹമാസിന്റെ കാര്യമല്ലേ? ഹമാസ് അപ്പൊ പ്രശ്നമാണെന്നല്ലേ അല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞു? അതല്ല, ഓരോ സംഘടനയ്ക്കും അവരവരുടേതായ. അപ്പൊ ഹമാസ് പ്രശ്നമാണോ? അല്ല, ഹമാസ് ഓരോ സംഘടനയ്ക്കും അവരവരുടേതായ നിലപാട്. ഹമാസ് പ്രശ്നമാണോ അല്ലേ? അല്ല, എന്ത് പ്രശ്നം? ഹമാസിന്റെ ചാർട്ടറിൽ അവർ 7ാമത്തെ ആർട്ടിക്കിൾ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം തിരിച്ചു വയ്ക്കുന്നു. പാലസ്തീൻ ഒരു രാജ്യമായി പ്രഖ്യാപിക്കണം എന്നുള്ളതിന് അവർക്ക് പരമാധികാരം നൽകണം എന്നുള്ളതിന് എന്തെങ്കിലും തർക്കമുണ്ടോ? ആർക്ക് തർക്കമുണ്ടോന്ന്? നമുക്ക് തർക്കമല്ല, പക്ഷെ തർക്കമുള്ള ഒരു കൂട്ടരുണ്ട്, അത് ഹമാസാണ്. അവരെ പോട്ടെ, നിങ്ങൾക്ക് തർക്കമുണ്ടോ? എനിക്കെന്തിനാ തർക്കം? പക്ഷെ അവർ അംഗീകരിക്കാത്ത സാധനം നമ്മൾ ഇതിനെ അടിച്ചേൽപ്പിക്കുന്നത്. അതെ, അതാണ് പ്രശ്നം. ഹമാസിന് അങ്ങനെ ആവശ്യമില്ല. അവരുടെ ആവശ്യം റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേൽ ഉണ്ടോ? നിങ്ങൾ അത് പറയും. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിൽ ഇസ്രായേൽ ഉണ്ടോ ഇല്ലേ? ഏതാ? നിശ്ചയമായി ഇസ്രായേലും ഉണ്ടാവണം. ഇസ്രായേൽ ഉണ്ടാവില്ല. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ ഉന്മൂലനമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അവിടെ എവിടെ ഇസ്രായേൽ ഉള്ളത്? റിവറും ഈ സീയും ഏതാണ് നിങ്ങൾ ആദ്യം പറയും. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യണം എന്ന് ചിത്രീകരിക്കുകയും ഇസ്രായേലിനെ ചിത്രീകരിക്കുകയല്ല, അത് എഴുതി വെച്ചിരിക്കുകയാണ്. അത് ചിത്രീകരിക്കുകയല്ല, അത് എഴുതി വെച്ചാണ്. ഹമാസിന്റെ ചാർട്ടറിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ ജസ്റ്റ് ലൈക്ക് ആസിഡ്
ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന് അവർ കാരണം പറയുന്നത് ഈ ഹദീസാണ്. ഹമാസ് അല്ലേ ഇവിടെ യുദ്ധമായിട്ട് ഇറങ്ങിയത്? ഒക്ടോബർ 7 അവർ ചെയ്തത് ശരിയാണെന്നല്ലേ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ ഈ ഹമാസിന്റെ പുസ്തകത്തിൽ എഴുതിയ സാധനം പറയുമ്പോൾ ഹമാസ് മോശക്കാരാവുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പറയും. അധിനിവേശം നടത്തുന്ന ഏതൊരു രാജ്യമാണെങ്കിലും അപ്പൊ ഹമാസ് പ്രശ്നമാണോ? അതാ ഞാൻ ചോദിക്കണേ. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ഒരു അധിനിവേശ സ്ലോഗൻ അല്ലേ? ഹിസ്ബുള്ളയുണ്ട്. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിൽ ഇസ്രായേൽ ഉണ്ടോ ഇല്ലേ? അതല്ല, പാലസ്തീൻ ഫ്രീ ആയാലേ പറ്റൂ. അത് അവരുടെ കാര്യം. അതിൽ ഇസ്രായേൽ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്ന് പറയുകയും എന്നിട്ട് ഈ പറയുന്ന പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ റിവർ ടു സീ എന്ന് പറഞ്ഞാൽ ശരിയാവും. അതാ ഞാൻ ചോദിക്കുന്നത്. അത് ആരിഫ് ഹമാസിനോട് ചോദിക്കേ, എന്നോട് ചോദിച്ചിട്ട് കാര്യം. ഹമാസിനോട് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവര് പറയുന്നത് ഇസ്രായേലിന് ഉന്മൂലനം ചെയ്യുന്നതാണ് ഇടതുപക്ഷം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാട്. ഞാൻ ഹമാസിനോട് നേരിട്ട് ചോദിച്ചു, അവര് പറയുന്നത് ഇസ്രായേൽ പാടില്ല എന്നാണ്. ഇനി കേരളത്തിലെ ഹമാസിനോട് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്. ഹസ്കർ പറയൂ, ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇസ്രായേൽ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയൂ. അല്ല, ഒറ്റ കാര്യം അഡ്വക്കേറ്റ് അസ്ക, ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധവിരുദ്ധ റാലി ഒന്നും സംഘടിപ്പിച്ചില്ല? അല്ല, ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമിക്കുന്ന ആ ആക്രമണത്തെ സംബന്ധിച്ച് വ്യത്യസ്ത നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അതിന്റെ പിന്നാമ്പുറം കൂടി പോകണം. ഒക്ടോബർ 7 മാത്രം വെച്ചുകൊണ്ടിരിക്കണേ. അതിനും പിന്നാമ്പുറത്ത് പലസ്തീൻ ജനങ്ങൾക്കും നേരെ ഇസ്രായേൽ നടത്തുന്ന കടുത്ത അധിനിവേശം, പ്രതിരോധം. കടുത്ത അധിനിവേശം 2005 മുതൽ ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ 2005 മുതൽ ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നിങ്ങൾ നുണയാണ് പറയുന്നത്. പറഞ്ഞിട്ട് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നില്ല. 2005 മുതൽ ഗാസ ആരാ ഭരിക്കുന്നതെന്ന് പറയും. ആരിഫ് ഹുസൈൻ ഒന്ന്. അസ്കർ പോയോ? ജിബി ഇപ്പൊ ഇരിക്കുന്നത് ടെല്ലവീവിലാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിബി, ഇപ്പം എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? നിലവിൽ ഇപ്പോൾ ഇവിടെ യുദ്ധ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി ഉള്ളത്. പിന്നെ നമ്മള് നിൽക്കുന്ന ഫാമിലി പോലെ എല്ലാവരും തന്നെ ഒരു ഫാമിലിയിലാണ് നിൽക്കുന്നത്. അപ്പം ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, ഇസ്രയേലിൽ എല്ലാ ഫാമിലിയിലും പട്ടാളക്കാരുണ്ട്. അത് നിർബന്ധിതമായിട്ട് പട്ടാള സേവനം ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കളെ കാണാൻ വേണ്ടി അവരുടെ മക്കൾ വരുമ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ ഈ പറയുന്ന ഹസ്കർ പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെയോ ഈ പറയുന്ന ഇറാനിലുള്ള പാവപ്പെട്ട ജനങ്ങളെ ഒന്നും കൊല്ലുകയൊന്നും അല്ല. ഈ പറഞ്ഞ ആരിഫ് ഹുസൈൻ സാർ പറഞ്ഞതുപോലെ തന്നെയുള്ള കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. കാര്യം അവർക്ക് മുസ്ലിം ഒഴിച്ച് ബാക്കി ഈ പറയുന്ന ഇസ്രയേലിന്റെ ഉന്മൂലനം അവരുടെ ടാർഗറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രോക്സികളെ വെച്ച് ഇവർ അറ്റാക്ക് ചെയ്തത്. അവിടെ ഹിറ്റ്ലർ ഭരണമാണ്, ഏകാധിപത്യ ഭരണമാണ്. അവിടെ ഒരു വ്യക്തി വിചാരിച്ചാൽ ആണവായുധം ആദ്യം പ്രയോഗിക്കുന്നത് ഇസ്രയേലിനെയാണ്. ദിസ് ഈസ് ദ ഫാക്ട്. എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇറാനെ ഇത്രയേറെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറാന് ഒരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ ഇറാന്റെ ഭരണാധികാരിക്ക് ഒറ്റയാൾ തീരുമാനം എടുക്കപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന ഫ്യൂച്ചർ മനസ്സിലാക്കിക്കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഇസ്രയേലിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യുറേനിയം പ്രോഡക്റ്റുകളെ അല്ലെങ്കിൽ ആണവായുധത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അടുത്തൊരു 50 വർഷത്തേക്ക് ലോകത്തിന് സമാധാനം നൽകുക എന്നൊരു ടാർഗറ്റാണ്. അല്ലാതെ ഈ പറയുന്ന ഇസ്രയേൽ ചുമ്മാ ഇരുന്ന ഹിസ്ബുള്ളിയോ ഹൂതികളെയോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന ഇറാനെയോ പോയി അങ്ങോട്ട് കയറി ഒന്നും ചെയ്തതല്ല. ആദ്യം ഹിസ്ബുള്ളിയെ വിടുന്നു, ആദ്യം ഹമാസിനെ വിടുന്നു, പിന്നീട് ഹിസ്ബുള്ളിയെ വിടുന്നു, ഹൂതികളെ വിടുന്നു, യമനെ വിടുന്നു. അതിനുശേഷം ഒളിയമ്പുകൾ മാത്രം നൽകിയിരിക്കുന്ന ആളിനെ തെളിഞ്ഞു പോയി ഇറാനിൽ പോയി അറ്റാക്ക് ചെയ്യുന്ന റിയാലിറ്റിയാണ് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, റിയാലിറ്റി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളി സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്നവർക്ക് ഇങ്ങനെ പറയാം, അങ്ങനെ ബാറ്റ് ചെയ്യേ, ഇങ്ങനെ ബോൾ ചെയ്യേ, ഇങ്ങനെ ബാറ്റ് ചെയ്യേ, അങ്ങനെ ബാൾ ചെയ്യുന്നു പറയാൻ പറ്റും. പക്ഷെ ഇതിന്റെ റിയാലിറ്റി നിൽക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചർച്ചകൾ കാണുമ്പോഴും ഏത് സമയത്തും സൈറൺ വരാം എന്നുള്ള ഫ്യൂച്ചർ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അവിടെയും ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പൊ ഒരു സൈറൺ വന്നാൽ പോലും ഞാൻ പോകാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്ക് ഇസ്രയേൽ നൽകുന്ന ടെക്നോളജി നൽകുന്ന ഒരു കോൺഫിഡൻസ് ആണ്. മറ്റൊരു രാജ്യത്തും ഇപ്പം ഉക്രൈനിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയാം. മറ്റൊരു രാജ്യത്തും ഇതുപോലൊരു യുദ്ധ സാഹചര്യം വന്നാൽ അവിടുന്ന് പലായനം ചെയ്യപ്പെടേണ്ട സാഹചര്യമാണ് ഉണ്ട് എന്ന സത്യമിരിക്കെ ഇസ്രയേലിൽ ഞങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കാത്ത കാര്യം, ഇസ്രയേൽ എംബസി തീരുമാനിക്കാത്ത കാര്യം, ഇസ്രയേലിലുള്ള ഇന്ത്യൻ എംബസി തീരുമാനിക്കാത്ത അല്ലെങ്കിൽ ഇസ്രയേലുള്ള ഞങ്ങളുടെ മിനിസ്ട്രി ഓഫ് അഫയേഴ്സ് തീരുമാനിക്കാത്ത കാര്യം മലയാള മാധ്യമം
നാട്ടിൽ നിന്ന് ഒരു രാവിലെ പടച്ചു വിടുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ 25,000 പേർ പലായനം ചെയ്യപ്പെടുകയാണ്. ഞങ്ങളിപ്പം ജോർദാനിലാണ്, ഞങ്ങളിപ്പം ജോർദാൻ വഴി വിമാനം കയറി കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത അറിയുന്നത് മലയാള മീഡിയ മാധ്യമത്തിൽ നിന്നാണ്. ഇത്രയേറെ എന്താണ് ഞങ്ങൾക്കിപ്പം ഭീതി, ഞങ്ങൾക്കിപ്പം ഭയമുള്ളത് ആകെ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ചില മാധ്യമങ്ങൾ മീഡിയ വൺ പോലുള്ള പച്ചയ്ക്ക് പറഞ്ഞ ഞങ്ങൾക്ക് പച്ചയ്ക്ക് പറയുന്നത് എന്താണ് കുഴപ്പം, ഞങ്ങൾക്ക് പ്രവാസികൾക്ക് മതമില്ല. പ്രവാസികളെ സംബന്ധിച്ച് മതമില്ല. ഇവിടുന്ന് മരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് വരുമ്പോൾ ഇന്ത്യക്കാരൻ വരുന്നു എന്നതാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ വരുന്നു എന്നതാണ്. അതിനർത്ഥമാണ് കേരളത്തിലേക്ക് ഇവിടെ നിന്ന് നിർഭാഗ്യവശാൽ ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ ഭീകരാക്രമണത്താൽ കൊല്ലപ്പെട്ട് ഇവിടുന്ന് സർവ്വ ബഹുമതികളും ബഹുമാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വന്ന സൗമ്യ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തക, അതുപോലെ പത്നിബിൻ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകൻ കേരളത്തിലേക്ക് മൃതശരീരമായി വന്നപ്പോൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്ത അഡ്വക്കേറ്റ് ഹസ്കറിന്റെ നിലപാടുകളോട് ചേർത്തുള്ള പാർട്ടിക്കാർ നൽകിയ ബഹുമാനങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പറയുന്ന മുഖ്യനും ഈ പറയുന്ന ആൾക്കാരും ഇസ്രയേൽ ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നു കഴിയുമ്പോൾ സ്വീകരിക്കും, അവരുടെ അടുത്തിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദി വന്നാൽ കൂടെ ഇരിക്കും, എഴുതി കൊടുത്തിരിക്കുന്ന പ്രസംഗം നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസംഗിക്കും. നരേന്ദ്രമോദി എന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്നു, അപ്പൊ നരേന്ദ്രമോദിയെ കുറ്റം പറയും. ഈ ഒരു സമീപനം തന്നെയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റം പറയും. ഇവിടുത്തെ വികസനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ടെക്നോളജികൾ ആവശ്യമാണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. സോ ഗ്രൗണ്ട് റിയാലിറ്റി ഇസ്രായേൽ മലയാളികളും സ്വദേശികളും സ്വദേശികൾക്കും വിദേശികൾക്കും ഒരേപോലെ തുല്യ അവകാശവും പരിഗണന നൽകുന്ന ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് വ്യക്തമായിട്ട് അറിയാം. ഇസ്രായേൽ വിസിറ്റ് ചെയ്ത ഒരാളാണ്. ഇവിടുത്തെ ടെക്നോളജിയെ കുറിച്ചും യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ലോകത്തിന് ഇസ്രായേൽ നൽകാൻ പോകുന്ന സംഭാവനകളെ കുറിച്ചും ഒക്കെയുള്ള ഒരു രൂപരേഖകൾ തന്നെ ഡോക്ടർ ആരിഫ് ഹുസൈന്റെ കയ്യിലുണ്ട്. അത് റിയാലിറ്റി മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിയാലിറ്റി നിന്നുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഈ യുദ്ധം 1, 2, 3 ദിവസം കൊണ്ട് അവസാനിക്കും. ഞങ്ങൾക്ക് ആകെയുള്ളൊരു സങ്കടം, ഇവിടെ നിന്ന് വെക്കേഷൻ ആഗ്രഹിച്ചു പോയിട്ടുള്ള കുറച്ച് മലയാളി സുഹൃത്തുക്കൾക്ക് തിരിച്ച് ഈ പറയുന്ന എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് വരാൻ സാധിക്കുന്നില്ല. അവരുടെ റീഎൻട്രി കാര്യങ്ങൾ, അവർക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ മലയാളികൾ ചർച്ച ചെയ്യുന്നത്. കാരണം അത് ഫാമിലികളുമായിട്ടും ഏജൻസികളുമായിട്ടും സംസാരിച്ച് അവരുടെ റീഎൻട്രി ഇവിടെ നിന്നുകൊണ്ട് തന്നെ നീട്ടിക്കിട്ടാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ എയർപോർട്ട് സംവിധാനത്തിൽ ഈ പറയുന്ന എയർപോർട്ട് തുറക്കണം എന്നുള്ള വലിയൊരു പ്രാർത്ഥന, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ ഉള്ളിലുള്ളൂ. അതർവൈസ് വി ഓൾ ആർ സേഫ്. ജിബി, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇറാനിയൻസ് ഉണ്ടോ? നിലവിൽ കണ്ടിട്ടില്ല. ഇല്ല. അല്ല, പൊതുവേ ഈ ഇസ്രായേലിലുള്ള ഇറാനിയൻസിനോട് എങ്ങനെയാണ് സമീപനം? ഇസ്രയേലിൽ ഇപ്പം ഇവിടെ മുസ്ലിംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന നാനാ മത ഉള്ള വ്യക്തികളുണ്ട്. ഇപ്പം പലരും പറയാറുണ്ട് ക്രിസ്ത്യാനികളെ കാണുമ്പോൾ, കുരിശ് കാണുമ്പോൾ തുപ്പുന്നില്ലേ എന്ന ഒരു ഇരവാദങ്ങളൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. അതായത് ജെറുസലേം എന്ന സ്ഥലത്ത് മാത്രം ഉള്ള മലയാളികള് അവിടെ 5 മണിക്കൂർ അവർക്ക് ദേവാലയത്തിൽ പോകാനുള്ള അവസരമുണ്ട്. ജെറുസലേം ഭാഗത്തൊക്കെ പോയാൽ അറിയാം. അവിടെ ഇപ്പൊ ഇറാനിയർ ഉണ്ടോ എന്ന ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയില്ല, കാര്യം ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും എല്ലാ മതക്കാരോടും ഇവിടെ കാണിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഇസ്രയേൽ നൽകുന്ന പാഠവും കാഴ്ചപ്പാടും അത് തന്നെയാണ്. എല്ലാവരും ഒന്നുപോലെ തന്നെയാണ് കാണുന്നത്. ഇത് മറ്റുള്ളവർ ശത്രുപക്ഷം പറയുന്നതാണ് നിങ്ങളെ കാണുമ്പോൾ തുപ്പോ, അല്ലെങ്കിൽ ഇവരോട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന്. ബട്ട് നെവർ, ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല. അത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഐസൺ, കേണൽ ഡിന്നിയോട് ചോദിക്കാം. ഐസന്. ഞാൻ കേണൽ ഡിന്നിയോട് അത് നേരത്തെ തന്നെ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ സ്റ്റിൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബറുകൾ പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം തന്നെ ഒരു പ്രതിരോധ അനുഭവങ്ങൾ വെച്ചാണ് അദ്ദേഹം അത് പറയുന്നത്. അതിൽ എനിക്കൊരു വ്യക്തത വരേണ്ടത്, ഇത്തരത്തിൽ ഈ ആണവ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ടാർഗറ്റുകളും കൃത്യമായി ലക്ഷ്യം വെച്ച് അത് നശിപ്പിക്കുന്നതിനുള്ളൊരു സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തേടുന്നതാണോ? അതായത് ഈ ബോംബ് പ്രയോഗിക്കുന്നതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണമെന്ന സാങ്കേതിക വൈദഗ്ധ്യം തികഞ്ഞവർ പറയുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു സഹായത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഴി ഈ ആണവ കേന്ദ്രങ്ങളുടെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ളൊരു സഹായമാണോ അമേരിക്കയിൽ നിന്നും അഭ്യർത്ഥിക്കുന്നത് ഇസ്രായേൽ? ശ്രീ ഐസൻ, ഞാനത് വൺ ഓഫ് ദി ഓപ്ഷൻസ് മാത്രമാണ് പറഞ്ഞത്. അതായത് അമേരിക്ക, എന്റെ ഇപ്പോഴത്തെ ഒരു ഞാൻ കാണുന്നത് അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ സാധ്യത കുറവാണ്. കാരണം ഇസ്രായേൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ അങ്ങനെ ഒരു ബാക്ക് ഫുട്ടിലൊന്നും ഇതുവരെ ഒന്നും അങ്ങനെ കണ്ടില്ല. അപ്പൊ അവർ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള രീതി തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ ആണവ നിലയത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്ന ഒരു ഡീഗ്രഡേഷൻ ചെയ്ത് കൊണ്ടുപോയാണ്. അതായത് അവർ അതിനെ
ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തകർത്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ അതിനെ ഇവരുടെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ബോംബ് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് അമേരിക്കയുടെ തന്നെ ആവശ്യം വരും. അതിനകത്ത് B-52 ബോംബ് തന്നെ B-2 വെച്ചിട്ടുള്ള ആ GBU-57 എന്ന് പറയുന്ന ആ ബങ്കർ ബേസ്റ്റിംഗ് ബോംബ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അവിടാണ് ചിലപ്പോ അഥവാ അമേരിക്ക ഒരു ലിമിറ്റഡ് റോൾ പ്ലേ ചെയ്യണമെങ്കിൽ അതൊരു ഓപ്ഷനാണ്. പക്ഷെ നാളെ സ്ഥിതി മൊത്തം മാറി ഡൊണാൾഡ് ട്രംപ് എണീച്ചിട്ട് പറയുകയാണില്ല ഞങ്ങളെ എല്ലാ ഫൈറ്റേഴ്സും ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് മാറി കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പോകും. ഇനി മറിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ഏതെങ്കിലും ഒരു അസറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരനെയോ ഈവൻ ഇസ്രയേലിന്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ തന്നെ അവർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയോ അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അമേരിക്ക ഇതിനകത്ത് ഒരു വലിയൊരു റോളിലേക്ക് മാറും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് റോളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ വൺ ഓഫ് ദി ഓപ്ഷൻസ് അഥവാ അവർ പങ്കുചേരുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കാര്യത്തിൽ, അതായത് ഇതിന്റെ ആ സ്ട്രൈക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനെയൊക്കെ കുറിച്ചുള്ളതെന്ന് വെച്ചാൽ ഇപ്പം മൊസാദിനെ പോലുള്ള ഏജൻസീസ് ഒക്കെ അവർ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഓൾറെഡി അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇന്റലിജൻസ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. ഇപ്പം ഈ ഒരു പ്ലാൻ തന്നെ ഇപ്പൊ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പറഞ്ഞ് ഇസ്രയേൽ ചെയ്തത് ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തല്ല. ഇതെനിക്ക് തോന്നുന്നു ഒക്ടോബർ 7 കഴിഞ്ഞ ഉടനെ തന്നെ അവർ പ്ലാൻ ചെയ്ത് കാണും. അതായത് ഇറാനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യണം, ഇറാനെ അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസിനെ സ്ട്രൈക്ക് ചെയ്യണം, അതായത് ഈ ബാലിസ്റ്റിക് മിസൈൽസിനെ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ സ്ട്രൈക്ക് ചെയ്യണമെന്ന് തന്നെ അന്ന് തീരുമാനിച്ചു കാണും. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷന്റെ നമ്മൾ നോക്കൂ എത്ര ഇതായിട്ടാണ് മൊസാദ് ഓൾറെഡി അകത്തുണ്ടായിരുന്നു. ഞാനൊരു റിപ്പോർട്ട് വായിക്കായിരുന്നു, അതിനകത്ത് മൊസാദ് ഇറാന്റെ ഉള്ളിൽ ഒരു ഡ്രോൺ ഫാക്ടറി തുടങ്ങിയിരുന്നു. ആ ഡ്രോൺ ഫാക്ടറിയിൽ ഇറാനിയൻസ് വന്ന് പങ്കുചേർന്ന് അവരും അതിനകത്ത് അത് ഇറാനിയനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ അവരതിനകത്ത് ഡ്രോൺ പ്രൊഡ്യൂസ് ചെയ്തു. ഒരു ദിവസം അവരതിനെ തുറന്നു വിട്ട് അത് അവരുടെ തന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് അവർ ആക്ച്വലി മനസ്സിലായത് ഇത് മൊസാദാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അത്രയും ലെവൽ ഓഫ് പ്ലാനിങ് മൊസാദിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനെ കുറിച്ചും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കാണും. പക്ഷെ അതിനപ്പുറം അമേരിക്ക ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതിനർത്ഥം അത് അവർ റെജീം ചേഞ്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, പ്രക്ഷോഭത്തിലേക്ക് നയിക്കുക, ആളുകളുടെ ആ ജനത്തിനെ തെരുവിലേക്ക് ഇറക്കി പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രാറ്റജി ആവും. അതിന്റെ ഓൾറെഡി ധാരാളം കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. നമുക്കറിയാം അവിടുത്തെ എക്കോണമി തകർന്നിരിക്കുകയാണ് സാങ്ഷൻസ് കാരണം. അവിടെ ഇൻഫ്ലേഷൻ ഏകദേശം 40% ഉണ്ട് എന്ന് നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ പ്രക്ഷോഭം നമ്മൾ കണ്ടിരുന്നു, അവിടുത്തെ യുവാക്കളുടെ പ്രക്ഷോഭം നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ആ രീതിയിൽ പ്രത്യേകിച്ച് ഡിപ്ലോമാറ്റിക്കലി ഇന്ന് ഇറാൻ ഐസൊലേറ്റഡ് ആണ്. എനിക്കൊന്ന് ശ്രീ അനിൽ അന്തോന്ന് ആദ്യം ചോദിച്ചത്, ഒരു മുസ്ലിം രാജ്യം പോലും ഇന്ന് ഇറാന്റെ കൂടെ ഇല്ല. അതാണ് എന്റെ വാസ്തവം. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്കുള്ള ഈ മിഡിൽ ഈസ്റ്റ് പൊതുവെ പ്രത്യേകിച്ച് സൗദി അറേബ്യയൊക്കെ ഒരു മോഡറേറ്റ് ഫേസിലേക്ക് പോകുന്ന ഒരു രീതിയിൽ ഇപ്പോഴും ഒരു തീവ്ര നിലപാടിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇറാനെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഉള്ള ഒരു കാര്യം കൊണ്ടാണ് ആരും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇറാനിന് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട്, അതായത് 1-2 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഫൈൻ, അതല്ലാതെ അവരേതെങ്കിലും അവരുടെ സൈന്യത്തിന് വിടുകയോ അല്ലെങ്കിൽ അവർ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് പാകിസ്ഥാൻ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ തന്നെ ഉടനെ തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പൊ ഇന്നിപ്പോ 10:30 ഡൊണാൾഡ് ട്രംപ് ജനറൽ അസീം മുനീറിനെ വിളിച്ചിട്ടുണ്ട്, വിരുന്നൊക്കെ കൊടുക്കുന്നു പറയുന്നത് കേട്ടു. അത് എന്തിനാണെന്ന് പോലും ചില ഡൗട്ട് ഉണ്ട്. ഇനി പാകിസ്ഥാന്റെ ബേസ് ഉപയോഗിച്ച് ഇറാനെ സ്ട്രൈക്ക് ചെയ്യാനാണോ അതോ പാകിസ്ഥാൻ വേറെ വിഡിത്തം ഒന്നും ചെയ്യാത്ത രീതിയിലുള്ളതാണോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഇനി വരുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് അതിന്റെ കാരണം. ഒറ്റ കാര്യം കൂടി കേണൽ ഡിനി, അതായത് സപ്പോസ് ഈ ഖമേനി കൊല്ലപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഖമേനി ഓപ്ഷൻ ഉണ്ട്. ഒന്നി അവരുടെ നെക്സ്റ്റ് അദ്ദേഹത്തിന് ഒരു മകൻ, എനിക്കൊന്ന് മൊജ്താബ് എന്നങ്ങാണ്ടാണ് അതിന്റെ പേര്, കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥകളെല്ലാം നോക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം നെക്സ്റ്റ് ഇതാവാം, ആയത്തുള്ളായിട്ട് പ്രഖ്യാപിക്കാം. പക്ഷെ അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ശരിയാണെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുമോ അതോടുകൂടി? യുദ്ധം അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഈ ഇസ്രായേൽ ചെയ്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ആയത്തുള്ള ഖമേനിക്ക് ഒരു 10-15ഓളം വളരെ ടോപ്പ് ലെവലിലെ അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു, അവരെ എല്ലാ കാര്യത്തിലും അഡ്വൈസ് ചെയ്യുന്നത്. ആ 10ൽ ഓൾമോസ്റ്റ് ഒരു 7-8 പേരെ അവർ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ അഡ്വൈസ് കൊടുക്കാൻ പോലും ഉള്ള രീതിയിലേക്ക് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഒരു പാരലൈസിസ് വരെയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ആരിഫ് ഹുസൈൻ,
3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ 3 മിനിറ്റിനുള്ളിൽ മറുപടി തരണം. ഒരു ഓണത്തിനിടെ പുട്ട് കച്ചവടമാണെന്ന് വിചാരിക്കരുത്. അതായത് ഈ നമ്മുടെ ഇറാൻ പിന്തുണ അത് കൊണ്ട് നിലമ്പൂരിൽ എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു 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 വിജയം ഉറപ്പാക്കാൻ പറ്റും എന്ന് കരുതുന്നുണ്ടോ? ഇറാൻ പിന്തുണ കൊടുത്താലും ഇല്ലെങ്കിലും മുല്ലാഭരണം അവസാനിക്കും. കാരണം ഇവിടെ പറഞ്ഞല്ലോ, അതായത് ഇതുപോലെ വലിയ തോതിൽ കുഴപ്പമുണ്ടാക്കുന്ന, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ടിറനി മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്തരം ഭരണകൂടങ്ങൾക്ക് അവർക്ക് ദീർഘായുസ് ഉണ്ടാവില്ല. ഹിറ്റ്ലർ വരെ ഇവിടെ ഒടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ പിന്നെയാണോ ഇതൊക്കെ നിലനിൽക്കാൻ പോകുന്നത്? അല്ലാതെ ഉള്ളത് മാത്രമേ ഇവിടെ നിലനിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ഒടുങ്ങാനുള്ള സാധനം തന്നെയാണ്. അത് ആ ജനത പോലും ആഗ്രഹിക്കുന്നുള്ള. ഞാൻ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചത് നമ്മൾ മഹ്സാമിനിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അതൊന്ന് പറയാണ്. മഹ്സാമിനിയാണ് ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനതയെ ഇത്രമാത്രം ഇവർക്ക് എതിരാക്കുന്നത്. 99% മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇറാൻ, അതിൽ ഒരു 60%-ലധികം ആളുകൾ ഇന്ന് ഇസ്ലാം മതത്തിൽ നിന്ന് പോലും പുറത്തേക്ക് പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ പള്ളികൾ അടച്ചുപൂട്ടുന്നത് 50,000-ലധികം പള്ളികൾ അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ, വിശ്വാസികൾ പള്ളി പോകാനില്ലാത്തതുകൊണ്ടും വിശ്വാസത്തിൽ നിന്ന് അകത്തുന്നതുകൊണ്ടും അതിനെല്ലാം വെറുപ്പിക്കാൻ കാരണമായത് ഈ ഇസ്ലാമിക് റെജീം ആയതുകൊണ്ട് അത്രമാത്രം ദുരിതമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അക്രമം നടക്കുന്നതിന്റെ ഇടയിൽ പോലും തലയിൽ തട്ടിട്ടില്ല, ഹിജാബ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തട്ടിക്കൊണ്ടുപോകുന്നതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ജനങ്ങൾ വെറുപ്പിച്ച ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഭരണകൂടം, ആ ഭീകര ഭരണകൂടം, അതവിടെ അവസാനിക്കും. അതിൽ സംശയമൊന്നുമില്ല. അത് അവിടുത്തെ തന്നെ ജനങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നിൽക്കേണ്ട സത്യത്തിൽ ആ ജനതയുടെ കൂടെയാണ്. ഇതാണ് നമുക്ക് അതിനകത്ത് പറയുന്നത്. ഇത് ഇസ്രായേൽ ഒരിക്കൽ പോലും ആ ജനതയെ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഈ പറയുന്ന ഇറാൻ തന്നെ അവരുടെ നില ഭദ്രമാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു എക്സിസ്റ്റൻസ് അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റകൈ പ്രയോഗമായിട്ട് അവർ അതുപോലും ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഒരു നെസസറി സാക്രിഫൈസ്. എന്താണോ സിൻവറിനെ കൊണ്ട് ചെയ്യിച്ചത്, അത് ചെയ്യിച്ചത് ഇറാനാണെന്നുണ്ടെങ്കിൽ അത് ഉസ്താദുമാരായിട്ടുള്ള ഇറാൻ അത് സ്വന്തം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു മടി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജിബി, ടേക്ക് കെയർ. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന്. എല്ലാവർക്കും കേണൽ ഡിന്നി, ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഐസൻ, അഡ്വക്കേറ്റ് BN അസ്ക. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് ഇറാനിലെ 110 ഇന്ത്യൻ വിദ്യാർത്ഥികൾ പുലർച്ചെയോടെ ഡൽഹിയിൽ പറന്ന് ഇറങ്ങും. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും. ഈ സംഘർഷം അത് മൂർച്ഛിക്കുമോ അതോ സംഘർഷത്തിൽ അയവ് വരുമോ? നമ്മുടെ ഭാരതം ഈ സംഘർഷം ലഘൂകരിക്കാൻ ഇടപെടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.